പ്രിയമുള്ളവരെ, നമ്മുടെ 8 നോമ്പിനോട് അനുവദിച്ചിരുന്ന നമ്മുടെ ശുശ്രൂഷകളുടെ കൺവെൻഷൻ ഇന്ന് അവസാനിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് പകർന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ എടുത്തതിൻ്റെ തുടർച്ചയാണ് ഇന്നെടുക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നലെ വന്നവരൊന്ന് കേൾക്കാം. ഇന്നലെ വന്നവർ ഇന്നലെ വരാത്തവർക്ക് ചിലപ്പം ഇനി ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാകാത്ത സാധ്യത കുറവായിരിക്കും. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയുന്നത് കൊണ്ട് ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾക്കതിൻ്റെ പ്രീഫേസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് എവിടെയോ വെച്ച് എന്തോ കിട്ടിയതുപോലെയാകും. പക്ഷെ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴാണ് സുഖപ്പെടുത്തേണ്ടത്, എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവൻ ആളുടെ പ്രസംഗ ചാതുര്യമോ അയാൾ പ്രസംഗിക്കുന്നതൊന്നുമല്ല പ്രധാനം, അതിൻ്റെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതാണ്. ആയതുകൊണ്ട് ആ ബന്ധം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞത് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുടുംബം വെറും കുടുംബത്തെക്കുറിച്ചല്ല, ക്രൈസ്തവ കുടുംബം അഥവാ ക്രിസ്തുവുള്ള കുടുംബം. ആ കുടുംബം ദൈവം എങ്ങനെ ഏതെങ്കിലും സ്ഥാപിച്ചു, എന്തായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഊർജം? ആ ഊർജം ദൈവത്തിൻ്റെ വചനമായിരുന്നു. ആ ഒരൊറ്റ വചനത്തിലുള്ള വിശ്വാസമാണ് ആ കുടുംബത്തിൻ്റെ ബലം. ആ വചനം, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം, നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നരുത്, തിന്നാൽ മരിക്കും. അത് വിശ്വസിച്ച് ജീവിച്ച കുടുംബത്തിന്മേൽ ഒരു തിന്മയ്ക്കും പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എപ്പോഴാണോ ആ വചനത്തെ ആ കുടുംബം അവിശ്വസിച്ചത്, ആ നിമിഷം തൊട്ട് ആ കുടുംബത്തിൽ ചില പ്രതിലോമ വികാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കുറ്റപ്പെടുത്തൽ, സ്വയം ന്യായീകരണം. ഇതൊക്കെ ഏതൻ തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കരുത്, നമ്മുടെ വീട്ടിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. അവരങ്ങനെ ആയതുകൊണ്ടാണ് അവരാണ് മാറേണ്ടത്. കുറ്റപ്പെടുത്തൽ ആരംഭിച്ചു, ന്യായീകരണം ആരംഭിച്ചു, പഴിചാരൽ ആരംഭിച്ചു, ഭയം കടന്നു വന്നു, ലജ്ജ കടന്നു വന്നു, കളയും പറക്കാരെയും ജീവിതത്തിൽ മുളയ്ക്കാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പഴയ നിയമത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു കുടുംബത്തെ പിന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ലാണ്ടായി. അനേക വിശുദ്ധരുണ്ട് പഴയ നിയമത്തിൽ, അനേക വിശുദ്ധരുണ്ട്. പക്ഷെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു മാതൃക കുടുംബം നമുക്കില്ല. ചെറിയ ചെറിയ കുടുംബങ്ങൾ ഉണ്ടാകാം, പ്രത്യക്ഷ കുടുംബങ്ങൾ. ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു. നോഹയുടെ കുടുംബം, അപ്പൻ വീഞ്ഞു കുടിച്ച് ശാപം വീണ കുടുംബം. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കുടുംബം, ഹാഗാറും സാറായും തമ്മിൽ തല്ലി. ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠനെന്ന് ഇസ്രായേൽ ഉറക്കെ പ്രഖ്യാപിച്ച ദാവീദിന്റെ കുടുംബം, മക്കൾ തമ്മിൽ തല്ലി, ആകെ പ്രശ്നം. ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് കണ്ട സുന്ദരനും ജ്ഞാനിയുമായ ശലോമോന്റെ കുടുംബം ആകപ്പാട പ്രശ്നമായി. സഹനങ്ങളുടെ ദാസനായ അയ്യോബിന്റെ കുടുംബം, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാത്ത കുറ്റപ്പെടുത്തലായി. ഇങ്ങനെ നമ്മൾ ഓരോ കുടുംബം എടുക്കുമ്പോഴും ഒന്നിലൊരു പൂർണ്ണതയില്ല. അപ്പോൾ ഒരു പൂർണ്ണതയുള്ള കുടുംബം സൃഷ്ടിക്കാൻ വീണ്ടും ദൈവം തീരുമാനിച്ചു. ദൈവം ഈ പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ പുസ്തകം ആരംഭിക്കുന്നത് ഒരു കുടുംബ ചരിത്രം വിസ്തരിച്ചുകൊണ്ടാണ്. ദൈവം ഇടപെട്ട ഒരു കുടുംബം, ആദമിന്റെ കുടുംബം. പുതിയ നിയമം ആരംഭിക്കുന്നത് ഒരു തിരുകുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ പുസ്തകം അവസാനിക്കുന്നത് സ്വർഗത്തിൽ കുടുംബത്തിന്റെ പിതാവിനോടൊപ്പമുള്ള ജീവിതത്തെ വിസ്തരിച്ചുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കുടുംബവുമായി ഇതിന് വലിയ ബന്ധമുള്ള ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ഏദനിൽ സ്ഥാപിച്ച കുടുംബം വീണ്ടും എങ്ങനെയാണ് ദൈവം സ്ഥാപിക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏദനിൽ ആദ്യം ഒരു പുരുഷനെയാണ് സൃഷ്ടിച്ചതെങ്കിൽ പുതിയ നിയമത്തിൽ കുടുംബത്തെ സൃഷ്ടിക്കുമ്പോൾ ആദ്യം ദൈവം ആ കുടുംബത്തിലേക്ക് ഒരു അമ്മയെയാണ് കൊണ്ടുവരുന്നത്. ആദ്യം ഒരു അമ്മയെ തേടി വരികയാണ്. സ്വർഗത്തിൽ ഒരു കമ്മിറ്റി കൂടുന്നു. ദൈവം തന്റെ ദൂതന്മാരെ വിളിച്ചു പറയുന്നു, എന്റെ പുത്രനെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കാൻ ഒരു കുടുംബമാണ്.
ഒരു കുടുംബമാണ്. യോഗ്യമായ ഒരു കുടുംബത്തിലെ യേശു ജനിക്കത്തുള്ളൂ. യേശുവിന് ജനിക്കാൻ പറ്റിയ ഒരു കുടുംബം താഴെ ഉണ്ടോ എന്ന് നോക്കുക. ദൂതന്മാര് ലോകം മുഴുവൻ ഇങ്ങനെ നെട്ടോട്ടം ഓടിച്ചിട്ട് പറഞ്ഞു കാണുന്നില്ല. അപ്പോൾ ഗബ്രിയേൽ എന്ന് പറഞ്ഞു ഒരു കൊച്ചിനെ കണ്ടു. നസറത്തിലെ ഒരു എളിയ ഭവനത്തിൽ ഒരു കൊച്ചുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നോട് പറയണം. കുടുംബം ദൈവകൃപയിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു വസ്ത്രത്തിന്റെ പേര് പറഞ്ഞു. ഏതാ? കാഞ്ചീപുരം ആണോ? കൃപാവസ്ത്രം. കൃപാവസ്ത്രം. അതിന് കുറെ നിറമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെയാണ് സഹനം, അനുസരണം, വിശ്വസ്തത, അല്ലേ? ഗബ്രിയേൽ ഇങ്ങനെ പോയിട്ട് പറഞ്ഞു, പിതാവേ, നസറത്തിലെ എളിയ ഭവനത്തിൽ ഒരു പെൺകൊച്ചിനെ കൊണ്ടു. അപ്പൊ ദൈവം ചോദിച്ചു, കൃപ എങ്ങനെയുണ്ട്? അപ്പൊ ഗബ്രിയേൽ പറഞ്ഞു, കൃപ ഫുള്ളാണ്. അനുസരണം അത് മുഴുവനുണ്ട്. എളിമ അത് പൂർണ്ണമാണ്. താഴ്മ, വിശുദ്ധി, കൃപ നിറഞ്ഞിരിക്കുകയാണ്. എന്നാ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗബ്രിയേൽ പറന്നിറങ്ങി മറിയത്തോട് എന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ, സമാധാനം. മറിയത്തിന് കിട്ടിയ ആദ്യത്തെ ആശംസ ഇതാണ്, നിനക്ക് സമാധാനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ഭാഗം ഇങ്ങോട്ടാണ്. നിങ്ങൾ ഇച്ചിരി നേരം കർത്താവിൽ നിദ്ര പ്രാപിച്ചിരുന്നോ? നമുക്ക് പിന്നെ വരാം. അപ്പൊ നിങ്ങൾ കൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു അമ്മയുടെ പ്രത്യേകത, ഒരു സ്ത്രീയുടെ പ്രത്യേകത, ഒരു ഭാര്യയുടെ പ്രത്യേകത. ഒരു വീട്ടിൽ അവളെ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ക്രിസ്തീയ കുടുംബ ജീവിതത്തിലേക്ക് ദൈവം അവളെ ആശീർവദിക്കുമ്പോൾ അവളോട് പറയുന്ന ആദ്യത്തെ കാര്യം, നിനക്കൊരു സമാധാനമുണ്ട്. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. ഇപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് നിറഞ്ഞിരിക്കണം? ഇങ്ങോട്ട് പറ. കൃപ നിറഞ്ഞിരിക്കണം. സത്യത്തിൽ ഈ ആശംസ കേട്ട നിമിഷം തൊട്ട്, ഞാൻ ആദ്യത്തെ ദിവസം പ്രസംഗിച്ചതാണ്, അന്നേരം തൊട്ട് മറിയത്തിന്റെ സമാധാനം പോയി, അല്ലേ? അവിവാഹിതയായ പെൺകുട്ടി ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ആ ചീത്തപ്പേര് സഹിക്കാനുള്ള ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. നിങ്ങൾ ഈ സമാധാനം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അച്ചാച്ചിക്ക് സമാധാനം കിട്ടിയാൽ മതി. എന്താ സമാധാനം? അച്ഛാ, ഞങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആരും ഒന്നും ചെയ്യരുത്, ഞങ്ങൾ അങ്ങോട്ട് പോകണമില്ല, ഇങ്ങോട്ട് ആരും ഒന്നും ചെയ്യുകയോ ചെയ്യരുത്, അങ്ങോട്ട് ശല്യത്തിന് പോകുന്നില്ല. അങ്ങനത്തെ സമാധാനം ഏറ്റവും നന്നായി കാണണമെങ്കിൽ നാട്ടിലെ പള്ളിയിൽ സെമിത്തേരി ചെന്നാൽ മതി. അവിടെ അതിന് മാത്രം ഇല്ല, വഴക്ക് പറച്ചിലും ഇല്ല, എത്തി നോക്കലും ഇല്ല. എന്തൊരു ഫ്രീയാ നോക്കി. സമാധാനം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ സമാധാനം എന്ന് പറഞ്ഞാൽ മറിയമാണ് സമാധാനം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നാളെ തൊട്ട് ചീത്തപ്പേര് കേൾക്കാൻ പോവുകയാണ്. അവിഹിത ഗർഭം വേശ്യ. ആ ചീത്തപ്പേര് കേൾക്കുമ്പോൾ തളരാതിരിക്കാൻ ദൈവം ആന്തരികതയിൽ കത്തിക്കുന്ന ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. തീർന്നില്ല. ഒരുക്കപ്പെട്ടിരിക്കുന്ന പുരുഷൻ തന്നെ സംശയിക്കുമ്പോൾ, ഒരു തെറ്റും ചെയ്യാതെ സംശയത്തിന്റെ മുനയുള്ള വാക്കുകൾ കുത്തി കുത്തി വരുമ്പോൾ തളരാതിരിക്കാൻ സ്വർഗത്തിൽ ആശ്രയിക്കുന്ന ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. തീർന്നില്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പോകുമ്പോൾ പഴച്ചവളെന്ന് നാട്ടുകാർ വിളിക്കുമ്പോൾ, ഭർത്താവ് സംശയിക്കുമ്പോൾ, ഇവിടെ നേരെ കല്ലേറുകൾ വരുമ്പോൾ, ഏറുകൊള്ളാൻ തയ്യാറായി നിൽക്കുമ്പോഴും കൈവിടാത്ത ദൈവത്തിലേക്ക് നോക്കാനുള്ള ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. തീർന്നില്ല. ഈ കൊച്ചിനെ കൊണ്ട് പള്ളി ചെല്ലുമ്പോൾ വൈദികൻ വിളിച്ചു പറയാണ്, നിന്റെ നെഞ്ചിലൂടെ ഈ കൊച്ചൊരു വാള കേറ്റുമെന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട്, ഈ കുഞ്ഞ് ദൈവം എനിക്ക് തന്നപ്പോൾ ഒരുപക്ഷെ രോഗിയാകാം, ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകാം, പക്ഷെ ദൈവം തന്നതാണെന്ന് ചിന്തിക്കാനുള്ള ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. തീർന്നില്ല. ഇതിനെ കൊണ്ടുപോകുമ്പോൾ ഈ കുഞ്ഞിനെ പ്രതി ഈ അമ്മ ഒത്തിരി പഴിയേണ്ടി വരുന്നുണ്ട്. ഇവൻ ബെൽസെബൂൽ ബാധിച്ചവനാണ്, ഇവൻ പിശാച് ബാധിതനാണ്, ഇവൻ കൊള്ളിയേലാത്തവനാണ്. അതിനുള്ള ആന്തരിക ബലം തീർന്നോ? കാൽവരി ക്രൂശിന്റെ അടുത്ത് ചെല്ലുകയാണ്. നാട്ടിൽ മാട്ടിറച്ചി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ പ്രാണപ്രിയനായ ഏകപുത്രനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പിതാവാ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരമ്മയ്ക്ക് കിട്ടിയ ആന്തരിക ബലത്തിന്റെ പേരാണ് സമാധാനം. മറിയത്തിന്റെ ജീവിതം ഇങ്ങനെ നോക്കുക. സഹനങ്ങളുടെ തീച്ചൂടിലൂടെ പോകുമ്പോൾ അവൾ അനുഭവിച്ച ആന്തരിക ബലം കൃപയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ഒരു സ്ത്രീയിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അവൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ മോശമാവും, അല്ലേ? എന്ത് വേണോ? അപ്പോ സമാധാനം ഉണ്ടെങ്കിൽ എന്ത് വേണം? ഉണ്ടാകണമെങ്കിൽ കാശുണ്ടായിട്ട് കാര്യമില്ല, ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, കൃപ ഉണ്ടാകണം. കൃപയുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. സമാധാനത്തിന് കൃപ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.
അപ്പോൾ ദൈവം മറിയത്തെ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ നിൽക്കട്ടെ, മറിയം ഇപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു അമ്മ, എൻ്റെ ബാക്കി പറയാൻ ഞാൻ വിസ്തരിക്കും. ഒരു സ്ത്രീ പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ സ്ത്രീ എങ്ങനെ സെലക്ട് ചെയ്തു? ഇനി ആരാ വേണ്ടേ? ഇനി ഒരു പുരുഷനാണ്. അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, ആരെ സെലക്ട് ചെയ്യുക? സെലക്ട് ചെയ്ത ആള് യോസേഫ്. നമുക്കറിയാം യോസേഫിന്റെ പ്രത്യേകത എന്താണ്? മറിയത്തിന് ചെറിയ പ്രായം, യോസേഫ് പടുവൃദ്ധൻ. അപ്പൊ ശാരീരിക യോഗ്യതയല്ല ദൈവം നോക്കിയത്. ഇന്നലെ ഞാൻ പറഞ്ഞു, മണ്ണല്ല നോക്കിയത്, വിണ്ണാണ് നോക്കുന്നത്. യോസേഫിനെ തെരഞ്ഞെടുത്തു. കുറെ വൃദ്ധന്മാരെ സെലക്ട് ചെയ്തു. യോസേഫിന്റെ വടി തളിർത്തു, യോസേഫിനെ ഏൽപ്പിച്ചു. അപ്പൊ യോസേഫിനോട് പറഞ്ഞു, ഇവളെയാണ് കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെ അവരുടെ തമ്മിൽ നിശ്ചയം കഴിയും. ഒരു ദിവസം യോസേഫിനോട് ആരോ എന്ന് പറഞ്ഞു, അറിഞ്ഞില്ലേ എന്തേ ആ നിശ്ചയിച്ച പെങ്കൊച്ചില്ലേ, പുള്ളിക്കാരത്തേക്ക് വിശേഷമാണ്. യോസേഫിന്റെ ഉറക്കം പോയി. യോസേഫിന് ആകെ വിഷമായി. ദൈവമേ, പുരുഷ സംബന്ധം കൂടാതെ കന്യകയെ കൊണ്ടു നടക്കാമെന്ന് സമ്മതിച്ചാണ് ഞാൻ പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്ന് ഏറ്റത്. ആ പെണ്ണ് ഗർഭിണിയായി, എന്നാ ചെയ്യും? യോസേഫിന് ഉറക്കം വരുന്നില്ല. യോസേഫ് ഇങ്ങനെ വിഷമിച്ചു. ഈ യോസേഫിനെയാണ് ഒരു മാതൃക ഭർത്താവായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോസേഫിന്റെ യോഗ്യത കേട്ടോ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ കേട്ടോ, ചിലരെ പറയാം. യോസേഫിന്റെ പ്രത്യേകത, ഒരു ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 1:19 ഒരു നല്ല ഭർത്താവിനെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. 1:19 അവളുടെ ഭർത്താവായ ജോസഫ്, അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ അവളുടെ ഭർത്താവായ ജോസഫ്, ഒന്നാമത്തെ പ്രത്യേകത യോസേഫിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ജോസഫ് നീതിമാനാകൊണ്ട്. ഒന്ന് എന്നതാ കേട്ടില്ല, നിങ്ങളല്ല പറഞ്ഞ ഇവിടെ എന്നതാ നീതിമാൻ. എന്താ നീതി? താഴെ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന നീതിയല്ല, അയാൾക്കൊരു നീതിബോധമുണ്ട്. എന്താ നീതി? 5 കൂട്ടണം 2 സമയം 7 എഴുതുന്ന നീതിയല്ല. നീ എന്നെ ഒന്ന് തരിക, ഞാൻ തിരിച്ചു തരും, അതല്ല. നീ എൻ്റെ അപ്പനെ വിളിച്ചാൽ ഞാൻ നിന്റെ അപ്പനെ വിളിക്കും, അതല്ല നീതി. എന്താ നീതി എന്ന് കേട്ടോ? നമ്മൾ വിചാരിക്കുന്ന നീതിയല്ല. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും, നീതി കേട്ടോണം. ഒരു ഭർത്താവ് എന്താണ് ഈ നീതി എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത്? അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഭാര്യ അപമാനിതയാകരുത് എന്ന് ചിന്തിക്കുന്ന ബലത്തിന്റെ പേരാണ് ദൈവസന്നിധിയിൽ നീതി. എന്റെ പ്രവൃത്തി കാരണം എന്റെ ഭാര്യയും മക്കളും നാണം കെടരുത്. എന്റെ ഒരു മോശം പ്രവൃത്തി കാരണം എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും മക്കളും നാണം കെടരുത്. ഞാൻ കള്ളുകുടിച്ച് നടന്നാൽ, ഞാൻ തോന്നിവാസത്തിന് നടന്നാൽ, എനിക്കൊരു ചീത്തപ്പേരുണ്ടായാൽ എൻ്റെ മക്കളെയും ഭാര്യയും ബാധിക്കും. അവർക്കൊരു മോശക്കേട് ഉണ്ടാകരുത്. അതിൻ്റെ പേരാണ് നീതിമാൻ. ജോസഫ് നീതിമാനായിരുന്നു. ബാക്കി ഒറ്റ ചിന്തയുള്ളൂ, എൻ്റെ കുടുംബത്തിൽ ഒരു നാണക്കേട് ഞാൻ കാരണം വരരുത്. ഇനി അടുത്ത് കേൾക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലായത്. ശ്രദ്ധിച്ചിരിക്കണേ, അതിനകത്തൊരു രഹസ്യം കിടക്കുന്നുണ്ട്. അവൻ നീതിമാനാകൊണ്ടും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടാകിയാലും ഇയാളുടെ പുണ്യപ്രവൃത്തി കേട്ടോണം, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴൊരു ആശ്വാസമായത്. എന്നാ തീരുമാനിച്ചത്? ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ ജോസഫിന്റെ പ്രത്യേകത ബൈബിൾ പറയുന്നത്, അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവന്റെ പേരാണ് പരിശുദ്ധാത്മ വന്നത്. ചില ചേട്ടന്മാർ രണ്ടുപേരും ഇങ്ങനെ 100 ഹോട്ടലിലാണ് നോക്കിയിരിക്കുന്നത്. അതെങ്ങനെയാ ഒഴിവാക്കണമെന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അല്ലേ? അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ അതിന്റെ അർത്ഥം? ഇതിനൊരു വലിയ അർത്ഥം കിടക്കുന്നു കേട്ടോ. ഞാൻ ഈ ടൈപ്പീസ് എന്നാ പേര്, ഡെന്നീസ്, ഉദാഹരണം ഒന്നും വിചാരിക്കരുത്, തിരിച്ചു ഒന്നും കയറി പിടിക്കരുത്. ഡെന്നീസ്, ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പം ഈ ക്ലോക്ക് ഡെന്നീസിനെ എല്ലാവരും കണ്ട് ഏൽപ്പിച്ചു. അപ്പം ഞാൻ ഡെന്നീസിനെ പറ്റി പറഞ്ഞു, ഇയാളെ കണ്ടാൽ തന്നെ അറിയാം ശരി പരിപാടിയുള്ള ആളാണ് ഇല്ലട്ടോ, ശരി പരിപാടിയുള്ള ആളാണെന്ന് അറിയാം. അവിടെ ഇവിടെ ഒന്നും പിടിച്ച് ഞെക്കിയേക്കരുത്, ഇത് വളരെ വിലപ്പെട്ട സാധനമാണ്, ഇത് ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ പുള്ളിയെ പരസ്യമായിട്ട് ഈ സാധനം ഏൽപ്പിച്ചു. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ തോന്നുമ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ ഇട്ട് 2 കുത്ത്, ഇവിടെ ഇട്ട് 2 കുത്ത്, പിന്നെ പുള്ളി നോക്കുമ്പോൾ ഇത് അനങ്ങുന്നില്ല, മൊത്തം കംപ്ലൈൻറ്റ്. ആ പുള്ളി തീരുമാനിച്ചു, എടാ ഇത് സംഭവം പോയല്ലോ, ഈ പുള്ളിയാണെങ്കിൽ വളരെ കാര്യമായിട്ട് പരസ്യമായിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്, ഞാനിത് കേടാക്കിയല്ലോ. അപ്പോൾ പുള്ളി കാര്യം തീരുമാനിച്ചു, ആരും കാണാതെ ഇത് കളയണം. രഹസ്യമായിട്ട് ഈ ക്ലോക്ക് ഉപേക്ഷിക്കാൻ ഡെന്നീസ് തീരുമാനിച്ചു. ഡെന്നീസിന് ഇതെങ്ങനെ കളയാൻ പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? ആരും കാണാതെ കളയാൻ പറ്റുമോ? എങ്ങനെ കളഞ്ഞാലും ആര് പിടിക്കും?
മനസ്സിലായില്ലേ? ഞാൻ നിർത്തിയ ക്ലാസ്. ടെന്നീസ് ഇതെങ്ങനെ കളഞ്ഞാലും ആര് ഉത്തരവാദിയാകും? പരസ്യമായിട്ട് ഏൽപ്പിച്ചതല്ലേ? ഇയാൾക്കത് കളയാൻ പറ്റില്ല. ഇത് കളഞ്ഞാലും ഇയാൾ ഇതിന്റെ മറുപടി പറഞ്ഞേ പറ്റൂ. ശരിയല്ലേ? ആണോ? ഇയാൾ ഇതിന്റെ ഉത്തരവാദിയാണ്. പിന്നെ ഇയാൾക്ക് ഒരൊറ്റ വഴിയുള്ളൂ രക്ഷപ്പെടാൻ. എന്നാന്നറിയോ? ഞാനങ്ങ് മാറുന്ന തക്കം നോക്കിയിട്ട് പുള്ളി പറയുക, അച്ഛൻ എന്നെയാണ് ഈ സാധനം ഏൽപ്പിച്ചിരിക്കുന്നത്, അച്ഛൻ എന്തോ റെസ്റ്റ് എടുക്കാനോ പ്രാർത്ഥിക്കാനോ പോയതാണ്, എല്ലാവരും ഒന്ന് കണ്ണടച്ച്. അപ്പം എല്ലാവരും കണ്ണടച്ച്. പുള്ളി ഈ സാധനം ഇവിടെ വെച്ച് പുള്ളി ഒളിച്ചൊരൊറ്റ പുള്ളി മുങ്ങി. ഞാൻ വന്ന് നോക്കുമ്പോൾ ടൈപ്പീസ് വർക്ക് ചെയ്യുന്നില്ല. ആരത് കിടക്കി? ഡെന്നീസ്. ഡെന്നീസ് എവിടെ? ഡെന്നീസിനെ കാണുന്നില്ല. ഇതാണ് യോസേഫ് തീരുമാനിച്ചത്. യോസേഫ് രഹസ്യമായിട്ട് ഒളിച്ചു പോകാൻ തീരുമാനിച്ചു. രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ രഹസ്യമായിട്ട് ഒളിച്ചു പോകാൻ തീരുമാനിച്ചു. അതെന്തിനാ? കേട്ടോ, എന്തിനാന്നറിയോ? നാളെ മറിയത്തെ സന്നിധി സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നിന്റെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണ്? അപ്പൊ മറിയം പറയും, പരിശുദ്ധാത്മാവാണ്. ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അവർ പറയും, ഇവകേട് നിശ്ചയിച്ച പുരുഷനെ വിളിക്കും, യോസേഫിനെ വിളിക്കും. യോസേഫിനെ വിളിക്കുമ്പോൾ യോസേഫിനെ കാണില്ല. അപ്പൊ ആളുകൾ എന്ത് പറയും? യോസേഫ് വരാണ്ട് ഇതിനെ കൊല്ലാൻ പറ്റില്ല, കല്ലെറിയാൻ പറ്റില്ല. കാരണം എന്തറിയോ? യോസേഫ് എപ്പോഴെങ്കിലും വന്നിട്ട് പറയുകയാണ്, ആ കൊച്ച എന്റെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എറിഞ്ഞവരെല്ലാം ഈ ശാപം കൊടുക്കും. അതുകൊണ്ട് യോസേഫ് പറയുന്നത് വരെ മറിയത്തെ കൊല്ലാൻ പറ്റില്ല. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? മറിയം കല്ലേറ് കൊള്ളാതെ ഇരിക്കാൻ യഹൂദ സമുദായത്തിന്റെ സന്നിധി സംഘം കൊടുക്കുന്ന വിധിയിൽ മറിയത്തിന് കല്ലേറേക്കാതിരിക്കാൻ യോസേഫ് ഈ കുറ്റം, അവനറിയില്ല പരിശുദ്ധാത്മാവ് അത് ചെയ്തെന്നു, ഈ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് മറിയത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടാകാതിരിക്കാൻ യോസേഫ് ഒളിച്ചു പോകാൻ തീരുമാനിച്ചു. അവന്റെ പേരാണ് മാതൃകാ ഭർത്താവ്. ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? ഞാനത് വായിച്ചപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ വയനാട്ടിലൊരു ധ്യാനം നടക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. സക്കറിയ തിരുമേനിയുടെ നേതൃത്വത്തിൽ ധ്യാനം നടക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ ധ്യാനം കൂടുന്നു. ധ്യാനം കഴിഞ്ഞ് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ. അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നു. ആ ചേച്ചിക്ക് അന്ന് ഒരു 50 വയസ്സുണ്ട്. ആ ചേച്ചി 50ാമത്തെ വയസ്സിൽ കാണുമ്പോഴും നല്ല സുന്ദരിയായ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട്, ചേച്ചി അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെന്തേ കരയുന്നത്, എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണ് എല്ലാ ചേച്ചിമാരുടെ പ്രശ്നം. ഞാൻ എന്നെ പറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചിൽ. അത് ഞാൻ ആദ്യമായിട്ട്, പിന്നെ കേട്ടിട്ടുമില്ല. ഭർത്താവിൻ്റെ സ്നേഹം കാരണം ഒരു ചേച്ചി ഏങ്ങലടിച്ച് കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞങ്ങൾ ഈ കോതമംഗലം ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. വന്നു കഴിയുമ്പം എൻ്റെ ഇച്ഛാന് ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടാവും. വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വന്നത്. അവിടെ എത്തി കഴിയുമ്പം ഒരു ചെറിയ എസ്റ്റേറ്റിൽ, ഒരു 100-130 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റിൽ കണക്കെഴുത്തുകാരനായിട്ട് ജോലി കിട്ടി. ഇച്ഛാൻ അവിടെ ചെന്ന് കണക്കൊക്കെ എഴുതും. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ മുതലാളി ഇച്ഛാന് ഭയങ്കര ഇഷ്ടമാണ്, എന്നെയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇയാൾ കുറച്ച് ഇറച്ചിയും ഒരു കുപ്പി മദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇച്ഛാൻ വൈകുന്നേരം ഈ തൊഴിലാളികളുടെ കണക്കൊക്കെ എഴുതി വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഇരുന്ന് എസ്റ്റേറ്റിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യും കുറേ സമയം. എന്നിട്ട് എൻ്റെ ഇച്ഛായന് ഈ ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് പുള്ളി ഇച്ചിരി മദ്യം കൊടുക്കും, പുള്ളി കുറച്ച് കഴിക്കും. പുള്ളി ഇച്ചിരി കഴിക്കും, ഇച്ഛായൻ ഒത്തിരി കഴിക്കും. അങ്ങനെ കഴിച്ച് ഇച്ഛായൻ ബോധം കെട്ട് കിടക്കും. അപ്പോൾ ഞാനും ഇയാളും തമ്മിൽ അവിഹിത ബന്ധം. എന്നിട്ടോ ഇതിങ്ങനെ തുടർന്നച്ച. പക്ഷെ എൻ്റെ ഇച്ഛായൻ നേരം വെക്കുമ്പോൾ ഇതൊന്നും അറിയില്ല, എന്നോട് ഭയങ്കര സ്നേഹം. എൻ്റെ അച്ഛൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറ്റബോധം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാണ്ടായി. എന്നാൽ ഇതൊട്ട് ഈ പരിപാടിയോട്ട് നിൽക്കുന്നുമില്ല. കാരണം ഞങ്ങളുടെ നിലനിൽപ്പ് വിഷയമാണ്, ഇയാളെ പണക്കാനും പറ്റില്ല എന്ന് മാത്രമല്ല, എനിക്കിതിൽ ഊരിപ്പോരാൻ പറ്റുന്നില്ല. എൻ്റെ പാവ ഇച്ഛായനോട് പറയണമെന്നുണ്ട്. പക്ഷെ അച്ഛ മിക്ക ദിവസവും ഇയാൾ മദ്യം കൊണ്ടൊന്ന് കുടിപ്പിക്കുന്നു, ഞാനും ഇയാൾ തമ്മിൽ പാപത്തിൽപ്പെടുന്നു. അപ്പം ഞാൻ അന്നേരം എൻ്റെ അച്ഛനാ സഹിക്കാൻ പറ്റാണ്ട് ഞാനൊരു ഇച്ഛായനോട് പറഞ്ഞു, പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ അച്ഛന്മാർ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കൊക്കെ പറയുമ്പോൾ എൻ്റെ ചങ്കങ്ങ് പൊട്ടു. അപ്പം ഞാൻ ഇച്ഛായനോട് പറഞ്ഞു, എനിക്കൊരു ധ്യാനത്തിന് പോകണം. അങ്ങനെ ഞാനും ഇച്ഛായനോട് ധ്യാനത്തിന് പോയി. അന്ന് കോട്ടാ ധ്യാനേന്ദ്രത്തിലാണ് അവർ പോയതല്ലേ. കുറേ ആൾക്കാർ ധ്യാനത്തിനുണ്ടായിരുന്നു. ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛാ ചെന്നപ്പോൾ തൊട്ട് ഞാൻ കരയാൻ തുടങ്ങി. ഞാനൊരു മഹാപാപിയാണ്, എൻ്റെ അത്ര ചീത്ത ഒരു സ്ത്രീ ഇല്ല. എൻ്റെ ഇച്ഛായൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക്, നീ എന്താ ഇങ്ങനെ കരയുന്നത്, പിള്ളേർ ഓർത്തിട്ടാണോ? ഞാനുണ്ടല്ലോ.
പക്ഷെ എനിക്ക് ഇച്ചാനോട് ഇതൊക്കെ പറയാൻ പറ്റുമോ? ഈ ചേച്ചി എന്നോട് പറയുന്നു, കുമ്പസാരത്തിന്റെ ദിവസം വരെ ഞാനിങ്ങനെ ചങ്ക് പൊട്ടിയിരുന്നു. കുമ്പസാരത്തിന്റെ സമയത്ത് അച്ഛാ ഞാൻ ഓടി ചെന്ന് കുമ്പസാരിച്ചു. ഞാൻ കുമ്പസാരിച്ചത് മുഴുവൻ ഏറ്റു പറഞ്ഞ അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞു. അപ്പോൾ അച്ഛൻ ആ കുമ്പസാര കുട്ടിന്ന് എന്നോട് പറഞ്ഞ പാപമൊക്കെ മോചിച്ച് മോൾ സമാധാനത്തോടെ പോകും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ അച്ഛൻ ഞാൻ ആ കുമ്പസാര കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുമ്പം ആ ധ്യാനകേന്ദ്രത്തിന് കുറേ തൂണുകളുണ്ട്. അതിലൊരു തൂണിൽ ഉച്ച സമയത്ത് തലയിൽ ഇങ്ങനെ കൈയും വെച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ആ തൂണയിൽ. ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ചങ്കം കിടിഞ്ഞു പോയി. ഞാൻ ആൾക്കാരുണ്ടെന്ന് നോക്കിയില്ല. എൻ്റെ അച്ഛ ഞാൻ ഓടി എൻ്റെ ഇച്ചായൻ്റെ അടുത്തേക്ക് കയറുന്നു. ഞാൻ ഇച്ചായനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഒറ്റ കരച്ച് കയറുന്നു. ആ കാലയിലേക്ക് ഞാൻ വീണു. അപ്പോൾ ഇച്ചായൻ എന്നെ പൊക്കി എടുത്തു. എൻ്റെ അച്ഛ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ ഇച്ചായനോട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാനങ്ങ് പറഞ്ഞു. ഞാനങ്ങ് പേടിച്ചു. അത് ഞാനങ്ങ് പറഞ്ഞച്ചാ എനിക്ക് പിടിച്ചാൽ കിട്ടിയില്ല. ഞാനങ്ങ് പറഞ്ഞു. എനിക്കറിയാം അവിടെ തന്നെ എൻ്റെ ഇച്ചായൻ എന്നെ തല്ലും, എന്നെ ഉപേക്ഷിക്കും. എന്നാലും എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. ആ മനുഷ്യൻ്റെ നിഷ്കളങ്കമായ മനസ്സുണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയച്ച. അന്നേരം ഈ ചേച്ചി എന്നോട് പറയാണ്, എൻ്റെ അച്ഛ അന്നേരം തൊട്ട് എൻ്റെ ചങ്ക് മുറിഞ്ഞ് എൻ്റെ ഇച്ചായൻ എന്നെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ നിർത്തിയിട്ട് എൻ്റെ കാതുകളിൽ ഒരു കാര്യം പറഞ്ഞു. അതെനിക്ക് താങ്ങാൻ പറ്റണില്ല. ഞാൻ ചെന്ന ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എന്നോട് ക്ഷമിക്കടി. ഒരു കള്ളുകുടിയനായ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ അച്ചായൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞച്ച. എൻ്റെ അച്ഛൻ ഞങ്ങൾ അവിടെ വന്നു. പിറ്റേ ദിവസം തന്നെ ജോലി ഉപേക്ഷിച്ചു. ഇച്ചായനെ ഞാനിവിടെ കൂലിപ്പണിക്കും റോഡിൽ കല്ല് പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾ അതിനൊക്കെ പോയിട്ടാണ് ജീവിച്ചത്. കുറേ നാൾ അങ്ങനെ ജീവിച്ചു. അന്ന് തൊട്ട് എനിക്കിത് സഹിക്കാൻ വയ്യ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇച്ചായൻ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഒന്ന് വിളിക്കാവോ? പുള്ളിക്കാരി പറഞ്ഞു, അത് ഞാനതിന് അവിടെ കണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞാനൊരു ശുശ്രൂഷകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ചേച്ചിൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അയാൾ വന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ വരുന്നു, യോസേപ്പ് പുണ്യവാളനെ പോലത്തെ ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞിരിക്കും. അതിലിരുന്നപ്പോൾ ഞാനിങ്ങനെ വലിയ ആദരവോടെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ചേച്ചി ഇങ്ങനെ, എൻ്റെ അച്ഛ ഇവള് മിക്ക ധ്യാനകേന്ദ്രത്തിൽ ചെന്നിട്ട് പറയാണ് ഇവള് കുറ്റക്കാരിയാണ്. സത്യത്തിൽ ഞാനല്ലേ അച്ഛ തെറ്റുകാരൻ? ഇവളെ ഇങ്ങനെ വിട്ടുകൊടുത്ത ഞാനല്ലേ അച്ഛ തെറ്റുകാരൻ? അച്ഛനെങ്കിലും ഇവളോടൊന്ന് പറഞ്ഞു കൊടുക്കുക. എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ല. ധ്യാനം കൂടി വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു മകൻ കുവൈറ്റിലാണുള്ളത്. രണ്ടാമത്തെ മകൻ അന്ന് +2 പഠിക്കുന്നു. മൂത്തവൻ അവിടെ പോയിട്ട് അച്ഛാ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ജോലിയെ കിട്ടിയത്. 7 സെന്റ് സ്ഥലം, ഒരു നല്ല വീടുമുണ്ട് അച്ഛാ. എനിക്ക് ഒരു കടയിലൊരു ജോലിയുണ്ട്. നല്ല സമാധാനത്തോടെ ജീവിക്കുന്നത്. ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് യോസേഫ്. എത്ര പേർക്ക് പറ്റും? ഭാര്യയുടെ മൊബൈലിലേക്ക് ഒരു ചെറിയ മെസ്സേജ് എന്തോ തെറ്റി വന്നപ്പോഴേക്കും നമ്മുടെ ചങ്കിടിഞ്ഞതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാരില്ല എന്ന് പറയാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സാരില്ല. എൻ്റെ ഭാര്യ എന്നോട് സാരില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ സൗഖ്യമായി മാറി. ഈ ഭർത്താവ് ഈ ഭാര്യ നോക്കിയിട്ട് പറഞ്ഞു സാരമില്ല. അപ്പോൾ എനിക്കൊരു കൗതുകം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ ദൈവം നിങ്ങളെങ്ങനെ അനുഗ്രഹിച്ചു? നിങ്ങളിപ്പോൾ ഇന്നൊരു പള്ളിയിലാണ് ഞങ്ങൾ പോകുന്നത്. പള്ളിയിൽ എല്ലാത്തിനും ഞങ്ങളുണ്ട്. കൊച്ചിനെ അവിടെ പോയി, അതായത് 20ാമത്തെ വയസ്സിലെ കൊച്ചിന് ജോലി കിട്ടിയത്. 20ാമത്തെ വയസ്സിൽ ജോലി കിട്ടി. അവൻ കിട്ടിയ പൈസ കൊണ്ടെല്ലാം പൈസ കൊടുത്തിട്ട് തെറ്റില്ലാത്തൊരു കുഞ്ഞു വീടൊക്കെ വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ എനിക്കൊരു കൗതുകം, ആ എസ്റ്റേറ്റ് മുതലാളിയെ കുറിച്ച് അറിയാം. എന്നുവെച്ചാൽ പുള്ളി എന്ത് ചെയ്യും? അപ്പോൾ ഇവർ പറയാണ് അച്ഛാ അയക്ക് 2 ആൺപിള്ളേരായിരുന്നു. സ്വത്തിന് വേണ്ടി മക്കൾ തമ്മിൽ തല്ലി പ്രശ്നമായി. 2 പേരും കത്തിക്കുത്തൊക്കെ ഉണ്ടായി. അവസാനം എസ്റ്റേറ്റിൽ കേസൊക്കെ ആയിട്ട് അത് വിറ്റു. പുള്ളി ഇപ്പം എവിടെയുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ആ ചേച്ചി മരിച്ചു ഒരാളുടെ. അപ്പോൾ പുള്ളി ഇപ്പോൾ എവിടെയുണ്ട്? അത് ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഒരു വലിയ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ പഴയ ആൾക്കാരെയൊക്കെ വിളിക്കാൻ നേരത്തെ ഈ പുള്ളിയെ വിളിക്കാൻ പോയി. ഇപ്പോൾ ആരോ പറഞ്ഞു നിലമ്പൂർ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞു. പണ്ടുണ്ടായിരുന്നു, ഇപ്പം അവിടെ ഇല്ല. ഇപ്പം എവിടെയാണെന്നറിയില്ല. ജീവനുണ്ടോ മരിച്ചോ എന്ന് അറിയാൻ മേലച്ച. ബൈബിളിലൊരു വചനമുണ്ട്, വ്യഭിചാരിയുടെ തലമുറ വേര് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ എന്തിനാ പറയിപ്പിച്ചെന്നറിയോ? ഈ ഒരു അഭിഷേകം നമുക്ക് കിട്ടണം. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സംശയം തലക്കകത്ത് വെച്ച് നമ്മളിങ്ങനെ ഭാരപ്പെട്ട് കുടുംബം തകർക്കുകയാണ്. എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഈ ചിലപ്പോൾ ഇല്ലാത്ത കാര്യമായിരിക്കാം.
ഇത്രയും വലിയ പാപത്തിൽ വീണ ഒരു ചേച്ചിയെ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ഒരു മനുഷ്യൻ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ വാഴ്ത്തി, ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. വ്യഭിചാരിയുടെ തലമുറ വേര് പിടിക്കാതെ നശിച്ചു പോയി. നമ്മൾ ഓർക്കണം, കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ ആ ഭാഗങ്ങൾ അവസാനിപ്പിച്ചു. പുതിയ നിയമത്തിൽ യോസേഫ്, മറിയം, ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ ഭൂമിയിൽ അങ്ങനെ എത്തുന്ന മനുഷ്യരുണ്ട്. സ്ത്രീകൾക്കും പുരുഷനും അത് പറ്റും. അതാ ഞാൻ ഈ പറഞ്ഞ ബോധമംഗലക്കാരൻ ചേട്ടനും ഈ പറഞ്ഞ ചേച്ചിയും പറ്റും. നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ള ബലം കിട്ടണം. അതെങ്ങനെ കിട്ടും? അത് പ്രാർത്ഥിച്ചു വാങ്ങണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കെട്ട് പൊട്ടിക്കും ദൈവം. അതാ ഞാൻ നേരത്തെ ഒരു വചനം ഇവിടെ വായിച്ചത്. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം വാക്യം. യെശയ്യാ 22:22. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ചെയ്യില്ല. ഈ താക്കോല്, വിശ്വാസത്തിന്റെ താക്കോല്, കുടുംബം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയിലൂടെ, സമർപ്പണത്തിലൂടെ കൊണ്ടുനടക്കണം. ഒന്നാം ഭാഗം. അപ്പൊ ഞാനതിൻ്റെ ഒരു ബിബ്ലിക്കൽ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് പൗലോസ് പറയാണ്, ഈ കുടുംബത്തിൽ രണ്ടുപേരും ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. അത് ബൈബിളിൽ നിന്ന് മൊത്തത്തിൽ, പ്രത്യേകിച്ച് പൗലോസിലെയാണ് കൂടുതൽ പറയുന്നത്. 4 കാര്യങ്ങൾ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. എത്ര കാര്യം കേട്ടില്ല? ഒന്നര പറഞ്ഞ എത്ര കാര്യം? 1. ഈ കുടുംബത്തിനകത്തേക്ക് ഞാൻ ഇന്നലെ ഒരു വാക്യം പറഞ്ഞിരുന്നു. ദൈവരാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബജീവിതം ദൈവരാജ്യ നന്മയിലെത്താൻ നമ്മൾ ഇടുന്ന സകല പ്രയത്നത്തിനും പ്രതിഫലമുണ്ട്, അനുഗ്രഹം. അതിലൊന്നാമത് പരസ്പരം ക്ഷമ കൊടുക്കണം. കാരണം അറിയോ, യേശു സഭയ്ക്ക് കൊടുത്തത് ക്ഷമയാണ്. യേശു സഭയെ കണ്ടതുപോലെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ക്ഷമ കൊടുക്കാൻ പറ്റണം. 2, പരസ്പരം സുഖപ്പെടുത്തണം. പരസ്പരം ക്ഷമിക്കണം, പരസ്പരം ക്ഷമ കൊടുക്കണം, പരസ്പരം തെറ്റേറ്റെടുക്കണം. 4, പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നത് വരെയാണ് ഈ ഉടമ്പടി. കല്യാണത്തിലൂടെ വന്ന് നിൽക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കൈ രണ്ടും കൂടെ ചേർത്ത് പിടിപ്പിക്കും. പിടിച്ചത് ഓർമ്മയുണ്ടോ? എന്നാലൊരു കല്യാണത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോഴാ ചെറുക്കൻ പെണ്ണിൻ്റെ കൈയെ പിടിച്ച് ഒറ്റ നിൽക്കലോ, അയ്യോ, അത് കാണിക്കുന്ന തലല്ല. ഇങ്ങനെ പിടിപ്പിച്ചത് എന്തിനാ പിടിപ്പിച്ചെന്നറിയോ? പിടിപ്പിച്ചിട്ട് അച്ഛൻ വാഴ്ത്തി, ഇനി കൈ എപ്പോഴേ വിടുന്നതെന്നറിയോ? പ്രത്യക്ഷമായിട്ട് അവിടെ നിന്ന് വിടും. പക്ഷെ ഇനി ഇത് എപ്പോഴാണ് വിടേണ്ടതെന്നറിയോ? ഇതിൽ ഒരാൾ മരിക്കും. ആദ്യം മരിച്ചയാളെ ജീവിച്ചിരിക്കുന്ന ആള് ഇവിടെ കൊണ്ടു തരണം. പള്ളിയിൽ അവിടെയല്ലേ കൊണ്ടുവെക്കുന്നത്? അവിടെ കൊണ്ടുവന്ന് വെച്ച് മുഖം മൂടുന്നത് വരെ ആ ബന്ധമുണ്ട്. ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കുന്നത് ഇത് ഇടയ്ക്ക് തിടക്കി കളയാനുള്ള സാധനമല്ല. അപ്പൊ പിശാച് പറയും, വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആൾ കല്ലുകൂടിയാണ്, അതാണ് ഇതാണ്. നമ്മൾ ദൈവസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക പരമാവധി. എന്നിട്ടും ശരിയായില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്രാർത്ഥിക്കണം. ഇതൊന്നും ചെയ്യാണ്ട്, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാണ്ട് കുടുംബജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്. 1-ാമത്തെ ഭാഗം, പരസ്പരം ക്ഷമിക്കണം, പരസ്പരം സുഖപ്പെടുത്തണം, തെറ്റ് ഏറ്റെടുക്കണം, പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തണം. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ബിബ്ലിക്കലി. ഞാൻ ഇതിന്റെ ബാക്കി 1-2 കാര്യങ്ങളോട് പറയും. ഇപ്പം എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഒന്ന് എഴുതിട്ടെന്നേ. ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം. കാര്യങ്ങളൊന്ന് മലർത്തി കുറിച്ച്. കർത്താവായ യേശുവേ, പരസ്പരം സ്നേഹിക്കാനും, പരസ്പരം ക്ഷമിക്കാനും, പരസ്പരം സുഖപ്പെടുത്താനും, പിതാവിൻ്റെ സന്നിധിയിൽ എത്തിക്കാനും, കുടുംബജീവിതത്തിൻ്റെ കൃപ എൻ്റെ ഭവനത്തിലേക്ക് ഒഴുകണമേ. എല്ലാവരും പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കുടുംബജീവിതത്തിൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെ ഭവനത്തെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇനി നിങ്ങൾ കണ്ണടച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഹൃദയത്തിൽ ചിന്തിക്കുക. നിന്റെ ജീവിത പങ്കാളിയോട് നീ അല്ലാണ്ട് ആര് ക്ഷമിക്കും? നിന്റെ ജീവിത പങ്കാളിയെ നീ അല്ലാതെ ആര് സുഖപ്പെടുത്തും? നിന്റെ ജീവിത പങ്കാളിയെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാൻ നിന്നെയല്ലേ ദൈവം ഏൽപ്പിച്ചു തന്നത്? പരസ്പരം തെറ്റേറ്റെടുക്കാൻ അഥവാ കുരിശ് ചുമക്കാൻ ബലം കിട്ടാൻ പ്രാർത്ഥിക്കുക. എൻ്റെ പങ്കാളിക്ക് കുറവുണ്ട്, ബലഹീനതയുണ്ട്, എന്നെ സഹായിച്ചു കൊണ്ടിരിക്കണമേ.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇരിക്കും. കുടുംബജീവിതം പറയുമ്പം ഞാനതിൻ്റെ ബിബ്ലിക്കൽ ഭാഗം കൂടെ അവസാനിപ്പിച്ചു. നമ്മൾ ഇച്ചിരി വിസ്തരിച്ച് കിടക്കുന്ന ക്ലാസ്സാണ്. നമുക്ക് ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്താണ്. ഇതിൻ്റെ കുറച്ച് പ്രായോഗിക തലം കൂടെ പറയണമല്ലോ കുടുംബവും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വിദേശ നാട്ടിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ടെൻഷനും പ്രശ്നമുണ്ടാവും, ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടാവും. അപ്പം അതിനകത്ത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായോഗിക വശമുണ്ട്. ഈ പ്രായോഗിക വശം എന്ന് പറഞ്ഞാൽ ഞാൻ മോശമായ കാര്യം പറയാനല്ല നിന്നത്, മോശമല്ല, ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബൈബിളിൽ 3 പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട്, ഇന്ന് ഞാൻ പറഞ്ഞതാണ്, ഭാര്യയോട്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ തന്നെ പറഞ്ഞു, ഭാര്യയാണ് സാധാരണ മാതാപിതാക്കന്മാരെ വിട്ട് ഭർത്താവിനോട് ചേരുന്നത്. പക്ഷെ ബൈബിളിൽ 3 പ്രാവശ്യം പറയുകയാണ് പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അർത്ഥം, ഇത്രയും നാൾ നീ ഒരു വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിന്റെ മേൽ സ്വർഗത്തിലെ നന്മ ഇറങ്ങുന്നത് നിന്റെ നാഥനായ അപ്പനിലൂടെയായിരുന്നു. കുടുംബനാഥന് വലിയൊരു വിലയുണ്ട് കുടുംബത്തിൽ. അപ്പൊ ആ കുടുംബനാഥനിലൂടെയാണ് ആ ഭവനത്തിൽ ദൈവീക നന്മ വ്യാപരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ നീ അതിൽ നിന്ന് വേർപെട്ടു. നീ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, അതിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയ യൂണിറ്റ്. ഇനി നിന്നിലൂടെ നിന്റെ ഭവനത്തിന്മേൽ നന്മ ഒഴുകുന്നു. ഓർക്കണം, കുടുംബത്തിന്റെ നാഥൻ പുരുഷനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത്, അച്ഛൻ എന്നെ വല്ല വിവരമുണ്ടോ, ഞങ്ങൾക്കാണ് ശമ്പളം കൂടുതൽ, പുള്ളിക്ക് എന്നാ ഉള്ളത്, ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് വന്ന് പുള്ളി വല്ല അറിയാവോ? അതൊന്നും ചിന്തിക്കാൻ പാടില്ല. കുടുംബനാഥൻ എന്ന് പറയുന്നത് പുരുഷനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സ്ത്രീയുടെ ശിരസാണ് പുരുഷൻ. എനിക്ക് മനസ്സിലായി, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷെ ബൈബിളിൽ പറയുന്ന കാര്യമാണ് സ്ത്രീയുടെ ശിരസാണ് പുരുഷൻ. അപ്പൊ ചില പുരുഷന്മാർ വിചാരിക്കും, അത് ശരി, ഞങ്ങളാണ് ശിരസെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ശിരസ് എങ്ങനെ നിൽക്കണമെന്ന് ഉടലാണ് തീരുമാനിക്കുന്നത്, അല്ലേ? ഉടൽ പറയണം, ഇവിടെ കിടന്നോളം പറയാം, അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത്, പുരുഷനെ ഉയർത്തിപ്പിടിക്കുക. ബൈബിൾ പറഞ്ഞതിന്റെ അർത്ഥം മാതാപിതാക്കന്മാരെ വിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ചില പെണ്ണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഞാനും ചോട്ടനും കൂടെ കൂടി വേറെ പോയേക്കാം. അല്ല, ഞാനൊരു ഉദാഹരണം പറയും. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ. എനിക്കൊരു 2 വയസ്സ് പ്രായം എൻ്റെ മനസ്സിലാണ്. ഒരു 2 വയസ്സ് പ്രായം. ആരാണ് എന്നെ കുളിപ്പിക്കുക? വേഗം പറ. എൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ. അമ്മ കുളിപ്പിക്കും. ആരാണ് എന്നെ നിക്കറിടിപ്പിക്കുക? അമ്മ അല്ലെങ്കിൽ അപ്പൻ ഒരു കുഞ്ഞ് നിക്കറെടുത്ത് പിടിക്കും, അതിനോട് മോനെ ഇടാൻ പറയും. അപ്പൊ ഞാൻ അവിടെ മുടിക്കുത്തി പിടിച്ചിട്ട് ആ കുഞ്ഞ് നിക്കറിനകത്തേക്ക് വരും, അതിങ്ങനെ കയറ്റി ഇടും, 2 തട്ടൊക്കെ തട്ടും, പൗഡറൊക്കെ ഇടും, അല്ലേ? ആരാണ് എന്നെ ഇച്ചിരി പ്രായം വരുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്നത്? അപ്പൻ അല്ലെങ്കിൽ അമ്മ. ആരാണ് എനിക്ക് യൂണിഫോം ആയി തരുന്നത്? അപ്പൻ, അമ്മ. ആരാണ് എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരുന്നത്? അപ്പൻ, അമ്മ. എനിക്കൊരു 21 വയസ്സായി. ആരാണ് എന്നെ കുളിപ്പിക്കുക? സ്വന്തം കുളിച്ചോ? ആരാണ് എന്നെ നെക്കിലിടിക്കുക? അമ്മ ഒരു വലിയ അണ്ടറാകെടുത്ത് പിടിച്ചിട്ട് മോനെ ഇടറ, അങ്ങനെ പറയുമോ? ഞാൻ സ്വന്തം ഇട്ടോണോ? അല്ലേ? ഏതെങ്കിലും അമ്മമാര് നിലവിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, അച്ഛ എന്താണെന്ന് അറിയാൻ മേല, പണ്ട് ഞാനായിരുന്നു അവനെ നിക്കറൊക്കെ ഇടിപ്പിച്ചോണ്ടിരുന്നത്, ഇപ്പൊ അവൻ സമ്മതിക്കുന്നില്ല, അവൻ എന്നോട് സ്നേഹമില്ല? അങ്ങനെ ആരെങ്കിലും പറയും? ഏതെങ്കിലും മക്കൾ പറയുമോ, പണ്ട് ഈ അമ്മ ഞങ്ങളെ ഇതൊക്കെ ഇടിച്ചോണ്ടിരുന്നാണ്, ഇപ്പൊ അമ്മയ്ക്ക് സ്നേഹമില്ല? അങ്ങനെ ആരെങ്കിലും പറയുമോ? അതിന്റെ അർത്ഥം എന്താണ്? അമ്മയെ അപ്പനെ ഉപേക്ഷിക്കാനാണ് അതിന്റെ അർത്ഥം. അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക. നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നീ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഈ യൂണിറ്റ് എങ്ങനെയാ പോണെന്ന് കല്യാണം കഴിച്ച ഒരു അപ്പോസ്തലൻ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. കല്യാണം കഴിച്ച ഒരു അപ്പോസ്തലന്റെ പേര് പറ. വെരി ഗുഡ്. കല്യാണം കഴിക്കാത്ത പിള്ളേർക്ക് പേരൊക്കെ നിങ്ങൾക്ക് അതും അറിയില്ല. പത്രോസ് കല്യാണം കഴിച്ച ഒരു അപ്പോസ്തലൻ. പത്രോസ് പറയുന്നുണ്ട് ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്ന്. കല്യാണം കഴിച്ച അപ്പോസ്തലൻ നന്നായിട്ട് അറിയാം. 1 പത്രോസ് 3-ാം അധ്യായം. പെട്ടെന്ന് തീരും കേട്ടോ. 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ പറയുകയാണ് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ്. അതിനകത്ത് ആകെ 7 നിയമങ്ങളാണുള്ളത്. കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ 7 നിയമങ്ങൾ. ക്ഷമിക്കണം, ഞാനല്ല, അതിൽ 6 നിയമവും നിങ്ങളോടാണ്. നമുക്ക് എത്രയുള്ളൂ? 1 അനുസരിച്ച് മതി. 6 നിങ്ങൾ അനുസരിക്കണം. പെട്ടെന്ന് കേട്ടോളാം. ദമ്പതിമാരുടെ കടമ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നതാ? ഇച്ചിരി പുളിക്കോ അച്ഛാ? പറ. വിധേയപ്പെട്ടിരിപ്പിൻ. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പറഞ്ഞതാ. അനുഗ്രഹം വേണമെങ്കിൽ കേട്ടോളണം. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുവിൻ. 2-ാമത്തത്, വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കള്ളുകുടിയൻ, മോശക്കാരൻ, പ്രവൃത്തിയിലൊക്കെ മോശമായ, വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല. അപ്പോസ്തലൻ വാക്കുകൊണ്ടല്ല, ഇങ്ങനെ പറഞ്ഞിട്ട് വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട്.
വിശ്വാസത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പെരുമാറ്റം കൊണ്ട്. എന്ത് പെരുമാറ്റം? ആ സാഹചര്യങ്ങൾ കുത്തി ചെലവത്തടിയുടെ അടുത്ത് അതല്ല. എന്താ പെരുമാറ്റം? ഏത് പെരുമാറ്റം എന്ന് കേട്ടോളൂ. അവർ നിങ്ങളുടെ, അപ്പോസ്തലൻ പറയാണ്, അവർ നിങ്ങളുടെ ഓരോ സ്ത്രീയും മാമോദീസ സ്വീകരിച്ച് ഉടമ്പടിയിൽ കുടുംബജീവിതം സ്വീകരിച്ച ഓരോ സ്ത്രീയും അച്ഛനെ പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ പെരുമാറ്റം ഇങ്ങനെ ആയിരിക്കണം. അവർ നിങ്ങളുടെ ആദരപൂർവകവും, പറഞ്ഞേ, ആദരവോടെ പെരുമാറാൻ പഠിക്കണം. നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രമോ അല്ല നിങ്ങളുടെ സൗന്ദര്യം. അതല്ല. പിന്നെയോ നിങ്ങൾ സുന്ദരികളാണ്. പാട്ടുപാടല്ലേ, സുന്ദരികളിലതി. എന്താ സൗന്ദര്യം? ഈ തൊലി വെളുപ്പിന്റെ പേരോ ആ ശരീരത്തിന്റെ ഘടനയുടെ സൗന്ദര്യമല്ല. അപ്പോസ്തലൻ പറയാണ് എന്താണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം. ഈ പാട്ട് പാടില്ലേ, സുന്ദരികളിൽ അതിസുന്ദരി നീ. സൗന്ദര്യം കേട്ടോണ്ട് എന്താണെന്ന്, സുന്ദരിയാണോ എന്ന് ചിന്തിച്ചോളണം. നിങ്ങളുടെ സൗന്ദര്യം ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് നിങ്ങളുടെ സൗന്ദര്യം. സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം, അതാണ് നിന്റെ സുന്ദരിയാകുന്നത്. പേരെന്താ? സൗമ്യം. പേരെന്താ? ശാന്ത. വരുന്നത് കണ്ടാൽ പ്രാന്താണ് പേരൊക്കെ. ഇതാണ് സൗന്ദര്യം. അടുത്തത്, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, സാറ അബ്രഹാമിനെ നാഥ എന്ന് വിളിച്ചു. അർത്ഥം, അബ്രഹാമിന് സാറയ്ക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്തെന്നറിയോ? ഭാര്യ ഭർത്താവിനോട് പറയും, സാരമില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ നോക്കാൻ എൻ്റെ ആൾക്കാരുണ്ട്. അപ്പൊ ഭാര്യ പറയും, ഇച്ചായൻ എന്തെങ്കിലും പറ്റി, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇച്ചായനെ നോക്കാൻ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരങ്ങനെ പരസ്പരം ആശ്വസിപ്പിച്ച് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും കൂടെ ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം, നീ നിന്റെ ചാർച്ചക്കാരെയും കുടുംബത്തെയും വിട്ട് നിന്റെ ഭാര്യയും കൂട്ടി ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. സാറായിട്ട് ദർശനം കിട്ടിയോ? പറ. അബ്രഹാമിന് മാത്രം. അബ്രഹാം പറമ്പിന്ന് കയറി സാറ സാരി എനിക്ക് എടുത്തോളം പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. അറിയാമല്ല, പൊക്കോളം പറഞ്ഞു. പുള്ളിക്കരത്തി ഭാര്യ പുറകെ പോയി. നമ്മളാണെങ്കിലോ ഈ ഒരു ബോധ്യം. അപ്പോൾ അവൾ അബ്രഹാം സാറായി വിളിച്ചപ്പോൾ സാറ പറഞ്ഞു, നാഥ, നീ എൻ്റെ യജമാനൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് സൗന്ദര്യം. ഈ ഒരു സൗന്ദര്യം ഉണ്ടാവും. എന്താണ് ഭർത്താക്കന്മാരോട് പറഞ്ഞത്? ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഇച്ചിരി കടുത്ത കാര്യം പറയണ്ടായിരുന്നു തോന്നി. 7-ാം വചനം, ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് വിവരത്തോടെ പെരുമാറുക. നമുക്ക് മനസ്സിലായില്ലേ? ഇച്ചിരി ബോധത്തോടെ പെരുമാറണം, വിവേകത്തോടെ പെരുമാറണം ഭാര്യയോട്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു, എന്താണ് ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്ന് പറയാൻ കാരണം? ഫെമിനിസം ആണോ? ഇതൊരു മനഃശാസ്ത്രമാണ്. ഇനി എന്നോട് നിങ്ങൾ പറയണേ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ എന്ത് പ്രതീക്ഷിക്കുന്നു? പറ. സാരി തന്നെയാണ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സ്നേഹം. തിരിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? ഇല്ല, 2 വള കിട്ടിയാൽ ഇപ്പോഴത്തെ കാര്യം. എന്ത് പ്രതീക്ഷിക്കുന്നു? സത്യത്തിൽ സ്നേഹം. കുടുംബത്തിന് വേണ്ടത് സ്നേഹമാണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം. ഭാര്യയുടെ സ്നേഹവും ഭർത്താവിന്റെ സ്നേഹവും അവർ പ്രതീക്ഷിക്കുന്ന സ്നേഹം രണ്ടും ഡിഫറൻ്റ് ആണ്. എങ്ങനെയാണെന്നറിയോ? അതാദ്യം ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കുന്ന സ്നേഹമല്ല ഇവർക്ക് വേണ്ടത്, ഇവർ വിചാരിക്കുന്ന സ്നേഹമല്ല നമുക്ക് വേണ്ടത്. രണ്ടും നന്നായിട്ട് ശരിക്കും അറിയാൻ വേണ്ടി കുടുംബത്തിലെ വിഷയത്തിന് പ്രധാന കാരണം അതാണ്. സ്ത്രീക്ക് വേണ്ട സ്നേഹം എന്തെന്നറിയോ? സ്ത്രീക്ക് വേണ്ട സ്നേഹം എന്ന് പറഞ്ഞാൽ കരുതലാണ്. അതാണ് അവർക്ക് സ്നേഹം ഫീൽ ചെയ്യുക. അവരെ കരുതുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ കരുതുന്നുണ്ട്, അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങും. കരുതുക, അവർക്ക് നമ്മളൊരു സംരക്ഷണം കൊടുക്കുക. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക്, ഞാനങ്ങനെ പറഞ്ഞാൽ ക്ഷമിക്കണം, അതുമായിട്ട് മുമ്പ് ഇങ്ങനെ പറഞ്ഞ് എന്നെ തല്ലി ഓടിക്കരുത്. നമ്മൾ ഈ സ്ത്രീകളോട് ഇങ്ങനെ പറയുമ്പോൾ, നീ എൻ്റെ ചക്കരയാണ്, നീ എൻ്റെ പൊന്നാണ്, അയ്യോ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണെങ്കിലും കുണുങ്ങി നിൽക്കും. കാരണം എന്താ പറയുമോ, ഇവർക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. വാക്കുകൾ കൊണ്ട്. പണ്ട് നമുക്കൊരു കലാരൂപം ഉണ്ടായിരുന്നു, എന്താ ലവ് ലെറ്റർ എഴുതുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ ചക്കരയാണ് പഞ്ചാരയാണെന്ന് എഴുതുമ്പോൾ സ്ത്രീകൾ ഇത് ആസ്വദിക്കും. കാരണം എന്താണ്? സ്ത്രീകൾക്ക് സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുമ്പോഴാണ്. പുരുഷൻ അങ്ങനെ ഫീൽ ചെയ്യില്ല സ്നേഹം. എന്താണ് പുരുഷന് മനസ്സിലാകുന്ന സ്നേഹം?
നമുക്ക് ഇങ്ങനെയാണ്, സ്ത്രീക്ക് ഇങ്ങനെയാണ് സ്നേഹം മനസ്സിലാകുന്നത്. അതുകൊണ്ട് പുരുഷനോട് ഇടയ്ക്ക് നിന്നിട്ട് ഈ ചായ ചക്കരയാണ് മുത്താണെന്നൊക്കെ പറഞ്ഞാൽ അടിവരെ നോക്കി രണ്ട് തൊഴിൽ കൊടുത്തിട്ട് അയാൾക്കിത് മനസ്സിലാവില്ല. അയാൾക്ക് മനസ്സിലാവുന്ന സ്നേഹം എന്താണ്? അത് പല സ്ത്രീകൾക്കും അറിയാൻ പറ്റും. എന്താണ് ഒരു പുരുഷന് മനസ്സിലാവുന്ന സ്നേഹം എന്നറിയും? പുരുഷന് സ്നേഹം കരുതലില്ല. നമ്മൾ എന്നിട്ട് ഈ ചായ പഠിക്കണ്ടോ, ഞാൻ ഈ ചായ നോക്കിക്കോളാം. പുള്ളിക്കൊന്നും മനസ്സിലാവില്ല. ഭർത്താവിന് മനസ്സിലാകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്, ബഹുമാനം കൊടുക്കലാണ്. ഒരു ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, അംഗീകരിക്കണം. അപ്പോഴേക്കും സ്നേഹം മനസ്സിലാവുള്ളൂ. എൻ്റെ വീട്ടിൽ എനിക്ക് വിലയും, നാട്ടിൽ വിലയില്ല, പള്ളിയിൽ വിലയില്ല, കമ്മിറ്റിയിൽ വിലയില്ല, പൊതുയോഗത്തിൽ വിലയില്ല. പക്ഷെ അയാൾ ഉറപ്പാണ്, വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ല. അത് അമ്മമാർ കൊടുക്കണം, ഭാര്യമാർ കൊടുക്കണം, ഭർത്താവിന് വില കൊടുക്കണം. അല്ലാണ്ട് ഇയാൾ എന്നത്തിന് വെള്ളം, ഞാൻ കാണാൻ തോമാച്ചായൻ്റെ കൂടെ പള്ളിയിൽ പോയത് എന്ത് രസാ തോമാച്ചായ വണ്ടി കൊടുക്കുന്ന കാണാൻ. ഇയാൾ വലുത് അറിയാമോ? അയാൾ ഇതിന്റെ വണ്ടി പോലും പറ്റില്ല. അംഗീകരിക്കണം, ഒരു വില കൊടുക്കണം, ഒരു ബഹുമാനം കൊടുക്കണം. അതിന് നമുക്ക് പറ്റണം. ഇന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് ഈ കുറ്റപ്പെടുത്തലും മുറിപ്പെടുത്തലും തന്നെ. ഒരു ദിവസം ഒരു ചേച്ചി ധ്യാനത്തിന് ഞാൻ കുടുംബജീവിതത്തിന്റെ ക്ലാസ് എടുത്തത്. അപ്പൊ കഴിഞ്ഞപ്പോൾ ചേച്ചി ചോദിച്ചു, ആ കുടുംബജീവിതത്തിന്റെ ക്ലാസ് എടുത്ത് അച്ഛനൊന്ന് കണ്ടാക്കുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇതാക്കണം അച്ഛനാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി അച്ഛൻ അവിടെ നിന്ന് വന്നു. അതിന് കൂടെ ചേട്ടനും നല്ല യോഗ്യരായ ആൾക്കാർ. അച്ഛൻ ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു കേട്ടോ. അച്ഛനെ നാളെ അച്ഛനോട് ഉണ്ടാവുമോ? ഈ ചേട്ടനോട് ഇച്ചിരി കാര്യം പറയണം കേട്ടോ. മുന്നേശാന അത്ര ശരിയൊന്നും ആള്, എന്നാലും എൻ്റെ കൂടെ ഞാനിങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നുണ്ടാ. ഈ പുള്ളിയൊക്കെ നാണം കെട്ട് നിൽക്കുകയാണ് എൻ്റെ മുമ്പിൽ. അപ്പം ചെന്നെ പറ്റിയതോ എൻ്റെ അച്ഛ എൻ്റെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ നടന്ന ആളാണെന്നറിയോ? അപ്പോൾ പുള്ളി അങ്ങോട്ട് നാണം കെട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്നാന്ന്? അപ്പം ഒന്നുമില്ല അച്ഛൻ. അപ്പോൾ അതിൽ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. വന്നപ്പോൾ പറയുകയാണ്, രണ്ടാമത്തെ കൊച്ചിനെ ഈ ചേച്ചി പ്രസവിച്ച് കിടക്കുമ്പോൾ 6 മാസം കണ്ടായി. അന്നേരം ഈ പുള്ളി ഏതോ ഒരു സ്ത്രീയുമായിട്ട് എന്തോ വർത്താനം എന്തോ പറഞ്ഞു, എന്തോ നാട്ടിലൊക്കെ വിഷയമായി. തെറ്റായ ബന്ധത്തിലൊന്നും പോയില്ലേ, എന്താണ് ചെറിയ പ്രശ്നമുണ്ട്. ചേച്ചി അറിഞ്ഞു, ചേച്ചിയുടെ വീട്ടുകാർ അറിഞ്ഞു, ആകപ്പാട് വിഷയമായി. അവസാനം പുള്ളി അതൊക്കെ മാറ്റി, അതൊക്കെ നിർത്തി. പുള്ളി ധ്യാനമൊക്കെ കൂടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അവനിപ്പോൾ എവിടെയാണ്? അവൻ കല്യാണം കഴിഞ്ഞു. അവൻ 6 മാസം ഉള്ളപ്പോൾ ഉണ്ടായ വിഷയമാണ്. അവൻ്റെ കല്യാണം കഴിഞ്ഞ് 10-25 വയസ്സുമായി. ഇപ്പോഴും ചേച്ചി ഏതച്ഛനെ കണ്ടാലും പുള്ളി ആളത്ര ശരിയല്ല, ഒന്നോടെ പറഞ്ഞു കൊടുത്തേക്ക്. ഇത് ക്ഷമിക്കണ്ടേ? പുള്ളിക്ക് വല്ലതും മനസ്സിലാവും. പിന്നെ പുള്ളി കുടുംബം തകരണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ പുറകെ നടക്കും. പുള്ളി എന്നോട് പറഞ്ഞു, ഏതച്ഛന്മാരെ കണ്ടാലും ആ പഴയ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് കളയാൻ പറ്റുമോ അച്ഛ? ക്ഷമിക്കട്ടെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ അംഗീകരിക്കാൻ പഠിക്കണം. ഭർത്താക്കന്മാരോട് ഇവരെ കരുതാൻ പഠിക്കണം. ആ ഭാഗം ഞാൻ കഴിഞ്ഞു. അടുത്ത ഭാഗം ഞാൻ ഇതിൻ്റെ ഒരു സയൻസും കൂടെ പറയാം. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ടോ? എന്നവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭാഗം പറയാം. ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പ്രത്യേകിച്ച് എനിക്കറിയാം, ഞാനും കുറച്ച് നാളൊക്കെ വിദേശ നാട്ടിലൊക്കെ പല പള്ളിയിൽ നടത്തിയതാണ്. അതുകൊണ്ട് പള്ളിയിലൊക്കെ വരുമ്പോൾ ഒന്നിച്ച് വരും, വലിയ സ്നേഹമൊക്കെയാണ്. ഒരിക്കലും ഞാനിരുന്നൊരു പള്ളിയിൽ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി പറഞ്ഞു, അച്ഛാ നമുക്ക് മാതൃകാ കുടുംബത്തിൻ്റെ ഒരു സമ്മാനം കൊടുക്കാം. അച്ഛൻ തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാനങ്ങനെ എല്ലാ കുടുംബങ്ങളെയും നോക്കിയിട്ട് ഒരു കുടുംബത്തെ സെലക്ട് ചെയ്ത് എൻ്റെ കമ്മിറ്റിക്കാരിൽ 2-3 നേരം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവരെ സെലക്ട് ചെയ്തത്. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛൻ സെലക്ട് ചെയ്ത് കറക്റ്റാണ് പറഞ്ഞു. ഇത്രയും മാതൃകയുടെ ഒരു കുടുംബം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർക്കന്ന് ഇടവക ദിനമൊക്കെ നടത്തിയിട്ട് സമ്മാനം കൊടുത്തു. അയ്യോ, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനമൊക്കെ വാങ്ങി ഫോട്ടോയൊക്കെ എടുത്ത് പോയി. കണ്ടുകിട്ട് തന്നെ അറിയാൻ പറ്റില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൊച്ചെന്നെ വിളിച്ച്, അച്ഛൻ എവിടെയാണ്? ഞാൻ പറഞ്ഞു വീട്ടിൽ. രാത്രി 11 മണിയാണ്. എത്രയും വേഗം ഇവിടെ വരാമോ? ഞാൻ ചെന്നതാ, മൊത്തം അടിയാണ്. ഞാൻ വേഗം വണ്ടി എടുത്തിരുന്നു ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം ഫ്ലാറ്റ് കിടക്കണ കണ്ടാലും അറിയാം, മൊത്തം തല്ലി പൊളിച്ചിങ്ങനെ അത് തെറ്റി കിടക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്നെ പറ്റി? എൻ്റെ അച്ഛ ഇവിടെ ആകെ വിഷയമാണ്, ഇന്നിപ്പോൾ കൊലപാതകം നടക്കുന്ന പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്നെ മറ്റേ മാതൃക? അപ്പോൾ ഈ മൂത്ത പെങ്കൊച്ചനോട് അറിയാം, മൊത്തം അഭിനയമാണ് അച്ഛ. ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പം അപ്പം പറയും, എന്നെങ്ങാനും നാണം കെടുത്തിയ പിന്നെ അപ്പൻ ചിരിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ചിരിക്കും, അപ്പൻ ഇരിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ ഇരിക്കും. പരസ്പരം ഭയങ്കര ബഹളവും വഴക്കുള്ള കുടുംബം, പുറമെ ഭയങ്കര അഭിനയം. ചില വീട് അങ്ങനെയാണ്, പുറമെ ആർക്കും അറിയാൻ പറ്റില്ല, ഉള്ളിൽ ആകെപ്പാടെ പ്രശ്നം. എന്ത് കാര്യം ഉള്ളി തൊണ്ട് പൊളിച്ചു പോലെ ഒന്നുമില്ല. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക? പെട്ടെന്ന് കേട്ടോളൂ, ഞാനൊരു സയൻസ് പറയാം. പുരുഷനും സ്ത്രീയും ഒത്തിരി വ്യത്യാസമുണ്ട് ഈ രണ്ടെണ്ണത്തിൽ. പുരുഷൻ ചിന്തിക്കുന്നത് പോലെയല്ല സ്ത്രീ ചിന്തിക്കുക. ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്, ശരീരത്തിലെ പുരുഷന്മാരുടെ ശരീരം ദൈവം എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? നല്ല കരുത്തോടെ ശരീരം അല്ലേ? കൈയൊക്കെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ, എൻ്റെ ഇല്ല, അത്യാവശ്യം മടക്കി കഴിഞ്ഞാൽ
പൂച്ചക്കുട്ടി ഓടുന്നവരെ മസിലേക്ക് ഓടും അല്ലേ? എന്നാ പിന്നെ ചേച്ചി പറയാണ് ഫെമിനിസാണ്. ചേട്ടൻ്റെ കയ്യിൽ മസിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ട്, നമ്മളിങ്ങനെ മടക്കിയാലോ ഏത്തപ്പഴം കുടുങ്ങിയതുപോലെ ഉണ്ടാവും. അതിനത്രയൊക്കെ ഉള്ളൂ. ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ രണ്ടുപേരും വ്യത്യാസമുണ്ട്, ശരീരത്തിൽ വ്യത്യാസമുണ്ട്, മനസ്സിൽ കണ്ടമാന വ്യത്യാസമുണ്ട്. ഒരു പുരുഷൻ ചിന്തിക്കുന്ന പോലെ അല്ല ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. ഇത് ഇങ്ങോട്ട് കേൾക്കുക. ഇപ്പോഴത്തിനകത്ത് ഡോക്ടർമാരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും, നേഴ്സുമാരൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതൊന്ന് കേൾക്കുക. നമ്മുടെ എല്ലാം ഈ തലച്ചോറിനകത്ത് രണ്ട് സൈഡുണ്ട്, ഇടതുവശം വലതുവശം. ഈ ലെഫ്റ്റ് സൈഡിനെ നമ്മൾ യുക്തിയുള്ള സ്ഥലമാണ്, നമ്മുടെ വിചാരങ്ങൾ, യുക്തി. വലത് സൈഡ് വൈകാരിക തലമാണ്. വലത് സൈഡ് വൈകാരിക തലം, ഇടത് സ്ഥലം നമ്മുടെ ഇച്ചിരി യുക്തി, ചിന്ത, അങ്ങനെ വരുന്ന സ്ഥലമാണ്. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡ് ഒരുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. വളരാൻ തുടങ്ങുമ്പോഴോ ഒരു ആൺകുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ ബന്ധിക്കുന്ന കുറെ ടണൽ പോലത്തെ സാധനമുണ്ട്. അതിൻ്റെ പേരാണ് കോർപ്പസ് കോളം. അതിൽ ആൺകുട്ടികളുടെ അത് മെല്ലെ ചുരുങ്ങും, പെൺകുട്ടികളുടെ വളരും. അതിൻ്റെ റിസൾട്ട് എന്തെന്നറിയോ? കുറേ നാൾ കഴിഞ്ഞ് ഒരു പുരുഷൻ വലുതായി കഴിഞ്ഞാൽ ഒരു പുരുഷന് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാനേ പറ്റുള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനാകെ ടെൻഷനായി പോകും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഒരു പുരുഷൻ ഒരു കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നോക്കുക, പുരുഷന്മാരുണ്ടാക്കുമ്പോൾ പോത്തിറച്ചി ആദ്യം അതിൻ്റെ ഏകദേശം പെർഫെക്ഷൻ ഇങ്ങനെ വന്നെന്ന് ഉറപ്പുണ്ടെങ്കിൽ മോരുകറി, മീൻകറി, ഓരോന്നും അങ്ങനെയാണ്. സ്ത്രീകളാണെങ്കിലോ വീട്ടിൽ അങ്ങനെ പറ്റുമോ? ഇവിടെ മോരുകറി, ഇവിടെ മീൻകറി, എല്ലാവരും കാണാമെന്നൊക്കെ ഇരിക്കും. എന്നാലും അല്ലേ അവർക്ക് അതൊക്കെ നോക്കിയിരിക്കാൻ പറ്റുമോ? എന്തോ ഒരു കാര്യം ഒരു സ്ത്രീ ചെയ്യണം. ഒരു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ഒരു പുരുഷന് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഭാര്യ രാവിലെ 5 മണി തൊട്ട് 7:30 വരെ ചെയ്യുന്ന കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ചെയ്യുന്നത് മനോരമ വായിക്കും, കട്ടൻ ചായ കുടിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്തൂല. എന്തോ ഒരു കാര്യം ചെയ്യണം. കാരണം അറിയോ, ഇവരുടെ രണ്ട് സൈഡ് ഒരുപോലെ വർക്ക് ചെയ്യും. നമ്മുടെ ഒരു സൈഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡ് ഓഫായിരിക്കും. അതുകൊണ്ട് നമുക്ക് 2-3 കാര്യം ഒന്നിച്ച് ഒരു പുരുഷനോട് പറഞ്ഞാൽ പുരുഷനൊന്ന് ഇത്തിരി സ്ട്രെസ് പെട്ടെന്ന് കൂടും. അതുകൊണ്ടൊരു ദോഷമുണ്ട്, അതേ പറയാം. അതാ പറഞ്ഞു വരുന്നത്. പുരുഷന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു വിഷമം തട്ടിയാൽ അവിടെ അങ്ങ് സ്റ്റോക്കായി. ഇതെങ്ങനെ പിന്നെ മാറണമെന്ന് അറിയും. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ള പല പുരുഷന്മാർക്കും അങ്ങനെയാണ്. അവരുടെ മനസ്സിനകത്തൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് പോകുന്നത് മറ്റൊരു പ്രവൃത്തി ചെയ്യണം. അതുകൊണ്ടാണ് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ കാറൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ, ഓടിച്ച് 2 ബ്രേക്കൊക്കെ ചവിട്ടും. ആശ്വാസം. മറ്റൊരു പയ്യൻ അനദർ ആക്ഷൻ, അങ്ങനെ എന്തൊക്കെ ചെയ്യാം. ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ തൂപ്പെടുത്ത് 4 കൊത്ത് 2 കുത്തൊക്കെ കഴിഞ്ഞ പോലെ എന്തോ ഇതൊന്ന് റിലാക്സ് ആവണം. അപ്പൊ സ്ത്രീകളൊരു കാര്യം മനസ്സിലാക്കണം. ഭർത്താവിന് അങ്ങനെ കലിപ്പ് കയറിയിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ ശരിയാവും. പുള്ളി അങ്ങോട്ട് പോയി 2 തട്ടൊക്കെ തട്ടും. അതിന് പകരം നമ്മുടെ സ്ത്രീകൾക്ക് ഈ ബോധമില്ല. അവരെന്ത് അറിയോ? നിങ്ങൾ അങ്ങനെ ചെയ്തല്ലേ, മറിയാമേ നീ മിണ്ടാതിരുന്നോ? മിണ്ടാൻ എന്നാ ചെയ്യും? കുത്തിയാൻ വെച്ചു, ഒന്ന് കുത്തിക്ക്. നമ്മൾ പറഞ്ഞ് കുത്തുവായിട്ട് ബോധം കിട്ടത് അനങ്ങാണ്ടിരുന്നായിട്ട് ശരിയാവാനേ ഉള്ളൂ. അനദർ ആക്ഷൻ. ഏത് പുരുഷനും ഒന്ന് ഫ്രീ ആവും. സ്ത്രീയോ അതാ പ്രശ്നം. ഈ സ്ത്രീകൾക്കുണ്ട് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ 2 സൈഡ് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഒരു സൈഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവരെല്ലാം പണി ചെയ്യും. നിങ്ങൾ നോക്കി നോക്കുക, ഭാര്യയുടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കുക, പുള്ളിക്കാരിക്ക് പണി കൂടുതലായിട്ട് എന്ത് പണിയും ചെയ്യും. നമ്മളെ കാണുമ്പോൾ മതം ഈ പുരുഷന്മാർക്ക് ഒരു പ്രത്യേകത, ഈ ടെൻഷൻ കൊണ്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി എന്ന് വിചാരിച്ചു നമ്മളും. ഇവരാണെങ്കിൽ നമ്മളെ കൊണ്ട് ആ അസ്വസ്ഥയിൽ എന്താ ഇവർ ശരിയാകാത്തത്? അത് ശരിയാകാനൊരു വഴിയും. എന്താണ് ഒരു സ്ത്രീയുടെ മനസ്സിലെ ടെൻഷൻ പോകാനുള്ള വഴി? എന്ത് ഉത്സാഹം നോക്കി കേൾക്കാൻ. എന്നെ അടുത്ത പ്രാവശ്യം വിളിച്ചാൽ പറഞ്ഞാൽ എന്നാൽ കേട്ടോളൂ. സമയമായി എനിക്കറിയാം, അതുകൊണ്ട് കേട്ടോളൂ. ഒരു സ്ത്രീയുടെ മനസ്സിനകത്ത് ഒരു ഭാരം വന്നാൽ അത് പുള്ളിക്കാരത്തെ വീട് അടിച്ചു തുടച്ചാലും തുണി അലക്കിയാലും എന്തെല്ലാം ജോലി ചെയ്താലും ഇത് പോവില്ല. ഇതവിടെ കിടക്കും. ഇത് പോകാൻ ഒരേ ഒരു മെത്തേഡ് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ ഉദാഹരണം പറയും. ഉദാഹരണമാണ് ചുമ്മാ ഞാൻ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പം നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി വിചാരിക്കുക. വഴക്കുണ്ടാക്കി പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കളിയായി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇറങ്ങാൻ നേരത്ത്. മറ്റത് ഓഫീസിലാണെങ്കിൽ ഒരു 1000 ടെൻഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതും കൂടെ കൂടി അവർക്ക് വീട്ടിലെങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. നമ്മൾ വണ്ടി ഓടിച്ച് അതിൻ്റെ ഇടയിൽ റെഡ് ചാടി അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ചെന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നീ തിരിച്ചു ചെല്ലുമ്പോൾ വീണ്ടും പ്രശ്നം. ഇത് തീർന്ന് 2-3 ദിവസം പിടിക്കുമല്ലോ. നമ്മളിങ്ങനെ കലിപ്പ് കയറിയിരിക്കുമ്പോൾ ഒരു 11 മണി കഴിയുമ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഫോൺ എടുത്തപ്പോൾ നമുക്ക് തോന്നി ഇതെടുത്ത ഇനിയും പ്രശ്നമായിരിക്കും. അപ്പോൾ ചടപട വിളിക്കുകയാണ്, ഹലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഈ ചായ നമ്മൾ കെട്ടിപ്പോയി. ദൈവം ഇങ്ങനെ വിളി ഈ സമയത്ത് വരാനൊരു സാധ്യതയില്ല. പുള്ളിക്കാരത്തി എന്നെ വിളിച്ചെന്നറിയോ? പുള്ളിക്കാരത്തിയുടെ അനിയത്തിയും ഭർത്താവും തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവിടെ അവരുടെ അപ്പനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നിങ്ങൾ ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ അവരെ അറിയിക്കാൻ പുള്ളിക്കാരത്തിക്ക് താല്പര്യമില്ല.
പുള്ളിക്കാരി പറയണേ ചായ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ, പപ്പായും മമ്മിയൊക്കെ വന്നിട്ടുണ്ട്. ആ നല്ല സംസാരം കേട്ടപ്പോൾ പാവങ്ങൾ ഞങ്ങൾ അയ്യോ എല്ലാം തീർന്നല്ലോ എന്ന് കരുതി നമ്മൾ വന്നു. പറഞ്ഞ വഴിക്ക് നല്ല 2 ആപ്പിളും കുറച്ച് ആപ്പിളും ഓറഞ്ചും ലഡും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു. വന്നപ്പോൾ തന്നെ ലിസി എന്നാ, അപ്പോൾ ആ ലിസി ആ ഫ്ലാറ്റിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് വാങ്ങി. അപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. ഈ ചായ വന്നാട്ടെ, നന്നായിട്ട് അഭിനയിക്കും നിങ്ങൾ, മറ്റേ അവാർഡൊക്കെ കൊടുക്കണം. അങ്ങനെ ഇരുത്തി എല്ലാവരും കൂടെ ഒന്നിച്ച ഭക്ഷണം. പുള്ളിക്കാരി നമ്മുടെ പപ്പടമൊക്കെ എടുത്ത് കഴിക്കുന്നു. അവരുടെ അപ്പനും അമ്മയും അനിയനും ഒക്കെ അയ്യോ ചേട്ടനും ചേച്ചി എന്തൊരു സ്നേഹമാണ്. ഇപ്പം നമ്മളും വിചാരിച്ചു എല്ലാം ഇവരാ പറയണ എല്ലാം സെറ്റിലായി. അപ്പം നമ്മൾ പറഞ്ഞു എടി ഓഫീസിലെ പണി തീർന്നിട്ടില്ല, ഇതുവരെ തീർന്നിട്ടില്ല, ചേച്ചൻ ആകർഷിക്കണാണല്ലോ. നമ്മൾ എൻ്റെ ദൈവമേ എന്തൊരു നല്ല സ്നേഹമാണ്, ഇങ്ങനെയൊക്കെ വഴക്ക് തരുമോ? അപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു ഞങ്ങൾ ഇന്ന് അനിയത്തിൻ്റെ വീട്ടിലാട്ടോ. അപ്പം നമ്മൾ സ്നേഹം കൊണ്ട് അയ്യോ പോലെ ഇന്നിവിടെ തന്നെ കിടന്നോ, നമുക്കറിയാം അല്ല നമ്മൾ വേറെ ദിവസം കിടക്കാം. അവർ പോയി, നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു. നമ്മുടെ ചിന്ത എന്താ, ഉച്ചക്കെല്ലാം സബൂറായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. അവരൊക്കെ പോയി പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക്, നമ്മൾ വന്നു. നമ്മൾ ലിസി മിണ്ടുന്നില്ല. ലിസി എന്നാ വിശേഷം, എന്നാ വിശേഷം? പിന്നെ അമ്മോട് പറയുന്ന പോലെയല്ല. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ശരിയായിരിക്കും. ഉച്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ അന്നേരത്തെ രാവിലത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു, ഉച്ചയ്ക്ക് തീർന്നതാ വിഷയം. നമ്മൾ പാവങ്ങൾ നമ്മൾ ചെയ്തതെല്ലാം തീർന്നത്. അത്താഴം നേരത്തിൽ ഒരു തെളിച്ചമില്ല. പുള്ളിക്കാരത്തി 2 പ്രാവശ്യം ചോദിച്ചാലും ഒക്കെ മൂട് കൂടും. ഞാൻ കല്യാണം കഴിച്ച അച്ഛൻ എൻ്റെ അവസ്ഥ ഞാൻ പറയട്ടെ. അങ്ങോട്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ചോദിക്കണം, എന്തെങ്കിലും ഒന്ന് മറുപടി ഇങ്ങോട്ട് പറയണമെങ്കിൽ. അങ്ങനെ മുക്കിയും ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ചേച്ചി ഇനി വിഷയം ഉണ്ടാക്കണ്ട, എങ്ങനെയെങ്കിലും സോൾവ് ആകട്ടെ. പാത്രം കഴുകിയിട്ട് സാധാരണ പുള്ളിക്കാരത്തി പാത്രം കഴുകാൻ നേരത്ത് നമ്മൾ കട്ടിലെ പോയി കിടന്ന് മൊബൈലൊക്കെ നോക്കും. പുള്ളിക്കാരത്തി പതുക്കെ വരുന്നു. ഇന്ന് നമ്മൾ പാത്രം കഴുകുന്നവർക്ക് നിന്നു, നമ്മളവിടെ നിൽക്കണപ്പോൾ പുള്ളിക്കാരത്തി തന്നെ പോയി. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ പിന്നെ കഴുകിയേക്കാം. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി എല്ലാം അടുക്കി തുടച്ച് വെച്ച് നമ്മൾ ചെല്ലുമ്പോൾ പുള്ളിക്കാരത്തി ബെഡിൽ കയറി കിടന്നു. ആ കിടപ്പ് കണ്ടപ്പോൾ നമുക്ക് തോന്നി പാവം, ഞാൻ രാവിലെ വഴക്ക് പറഞ്ഞതിൻ്റെ വിഷമമായിരിക്കും. നമുക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. നമ്മളിങ്ങനെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരാശ്വാസമൊക്കെ പറഞ്ഞേക്കാം. നമ്മൾ പതുക്കെ അടുത്ത് അനങ്ങാണ്ട് കിടന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഉറങ്ങുന്നത് പോലെ ഭിത്തിയിലേക്ക് മുഖം തിരിച്ച് കിടക്കുകയാണ്. നമ്മളതിൻ്റെ പുറകിൽ പോയിട്ട് അനങ്ങാണ്ട്, ഒരു ചീത്ത ഉദ്ദേശമില്ല, അനങ്ങാണ്ട് കിടന്നു. പാവം, ഞാൻ രാവിലെ വഴക്ക് പറഞ്ഞില്ല. നമ്മൾ പതുക്കെ കൈയെടുത്ത് ഒന്ന് തൊട്ട് പിടിച്ച് സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒന്ന് തൊടാൻ നേരത്ത് ഈ ഞെട്ടൽ പലരും ഞെട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ച് തൊട്ടാൽ ഓരോറ്റ ചാട്ടം ബഹളം. നിങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് ബഹളം എന്നെ തൊട്ട് പോകരുത്. സത്യത്തിൽ നമ്മളിതൊന്നും ഉദ്ദേശിച്ചില്ല. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചത്, ഇത് പോയിട്ടില്ല. അതെന്താ പോവാത്തത്? ഇരിക്കട്ടെ, നിങ്ങൾ ഞെട്ടിക്കുന്നല്ലേ. അതെന്താ പോവാത്തത്? പോവാത്തത് എന്താണെന്നറിയോ? കേട്ടോളണം. പോട്ടെ, തമാശ പോട്ടെ. എന്താ പോവാത്തതെന്നറിയോ? ഇവർക്ക് പ്രവൃത്തി ചെയ്ത പോലെ പറഞ്ഞേ പോകുള്ളൂ, പറയണം. അപ്പൊ നമ്മൾ ചോദിക്കും എന്നാ പിന്നെ അങ്ങ് പറഞ്ഞാൽ പോലെ. ഈ പണ്ടാരങ്ങൾ അങ്ങോട്ട് പറയൂല്ല. ഇത് പറയണമെങ്കിലുണ്ടല്ലോ, ആരോടാണോ പറയേണ്ടത് അവര് കേൾക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടെ ഇരിക്കണം. എന്നാ പറ, എനിക്കൊന്നും പറയാനില്ല. ഈ ടാങ്കിലെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വരണമെങ്കിൽ ആദ്യം കുറെ കാറ്റൊക്കെ വരില്ലേ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ പതുക്കെ പിന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ കടപടേന്ന് ഇങ്ങനെ പറയും. അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്കിട്ട് കുത്തണ സാധനമാണ് ഈ പറയുന്നത്. നമ്മൾ കാരണം ഒരു വൈകാരിക തലമാണ് ഈ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും ദൈവം ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? നമ്മൾ മനസ്സാ വാച ചിന്തിക്കാത്തതൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യം തൊട്ടൊക്കെ തുടങ്ങും. എല്ലാം കൂടെ വരുമ്പം നമ്മുടെ ചങ്കത്തേക്ക് ഇടി വരുന്നത് കൊണ്ടാണ് നമ്മളിത് കേൾക്കാൻ നിൽക്കാത്തത്. പക്ഷെ സത്യത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയും, ഇങ്ങനെ നമ്മളോട് കണക്കണോന്നിങ്ങനെ പറയുമ്പം നമ്മൾ ഓർക്കണം, ഇത് നമ്മളോടല്ല പറയുന്നത്, എൻ്റെ ഭാര്യ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അവൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചാൽ വിഷയം തീർന്നു. കുറെ നേരം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ കരഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ എന്നാണ് അവിടെ കിടന്നു. അത്രയുള്ള വിഷയം. അതിന് നമ്മൾ പുരുഷന്മാരെ കേൾക്കൂല. ഇതിനെന്ത് മറുപടി പറയും? ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ചില ചേച്ചിമാർ വിചാരിക്കുന്നു കിട്ടിയെന്ന് കൊണ്ടുവരായിരുന്നു, കേൾക്കുമായിരുന്നെങ്കിൽ. കേട്ട വിഷയം തരുന്നു. ഞാൻ നിങ്ങളുടെ കാര്യം പറയും, നിങ്ങൾ നാട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഭാര്യ കൊണ്ട് പലതും പറയും. നിങ്ങളുടെ ഫോൺ കൂടെ കേട്ടോണ്ടിരിക്കുകയും കേൾക്കുമ്പോൾ തന്നെ അതിന് പലതും സമാധാനമായി. നിങ്ങളോട്
നിങ്ങൾ പറയുന്ന എല്ലാത്തിനും ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വൈകാരിക തലത്തിൽ നിന്ന് പലതും പറയുന്നത്. നിങ്ങൾ പറയുന്ന വൈകാരിക തലങ്ങളൊന്നും ഞങ്ങൾക്ക് അതിനുള്ള ഉത്തരവൊന്നുമില്ല. എല്ലാത്തിനും ഉത്തരവൊന്നും പ്രതീക്ഷിക്കരുത്. ഭർത്താവിന് അതിൻ്റെതായ കുറവുണ്ട്. പരസ്പരം കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പറ്റണം. ഇപ്പം ഞാനതിൻ്റെ കുറച്ച് ബാഹ്യഭാഗത്തിന് പറഞ്ഞത് മാത്രം. ഒരു ഭാഗം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അത് പല കുടുംബങ്ങളിൽ ഞാൻ ഈ കുടുംബജീവിതത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, എനിക്കറിയുന്നതാണ്. ക്ഷമിക്കണം, ഞാൻ ഒരു വാക്ക് പറയാം. എന്നൊരു മോശക്കാരനായിട്ട് നിങ്ങൾ കാണരുത്. കുടുംബജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബജീവിതത്തിലെ ദാമ്പത്യ ബന്ധം. വളരെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പരസ്പരം മ്ലേച്ഛമായിട്ട് ഉപയോഗിക്കരുത്, മോശമായിട്ട് ഉപയോഗിക്കരുത്. മണവറയ്ക്കകത്തേക്ക് പോൺ വീഡിയോ കൊണ്ട് വെക്കരുത്, ബ്ലൂ ഫിലിം കൊണ്ട് വെക്കരുത്. ചീത്ത രീതിയിൽ സ്ത്രീകളോട്, അത് ഒരു പുരുഷൻ ആവശ്യമുള്ളതാണ്. പുരുഷനോട് ഒരു സ്ത്രീക്ക് അത് ദൈവം ആവശ്യമായി കൊടുത്തിരിക്കുന്നതാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവുകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റിയ ഒത്തിരി മെഡിക്കൽ സിസ്റ്റം ഉണ്ട്. പരസ്പരം ഷെയർ ചെയ്ത തന്നെ കുറേ കാര്യങ്ങൾ. ചില പുരുഷന്മാർക്ക് ചില സമയം കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വിചാരം വേറെ കൂടിയൊക്കെ പോകുന്നുണ്ടെന്ന്. അതല്ല, അവർക്ക് എന്തോ ശാരീരിക പ്രശ്നങ്ങൾ, അത് ഈ തലച്ചോറുമായി ബന്ധപ്പെട്ടിരുന്ന ഓരോ വിഷയങ്ങളാണ്, ശരീരത്തിൻ്റെ വിഷയമല്ല. അതൊരു സ്നേഹം കൊണ്ട് മാറാനേ ഉള്ളൂ. ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ട്, വിരക്തി ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു സ്നേഹ സംഭാഷണങ്ങൾ കൊണ്ട്, ഒരു കരുതൽ കൊണ്ട് മാറാനേ ഉള്ളൂ. എന്നതോടെ നിർത്തി. എൻ്റെ ബാക്കി തൂത്തി വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിച്ചു. ഞാനിങ്ങനെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സ്വർഗം തുറക്കട്ടെ. കുടുംബം ദൈവം തന്നൊരു വലിയ ദാനമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പം ഞാനൊരു പ്രാർത്ഥന പറയാൻ പോവുകയാണ്. ആ പ്രാർത്ഥന പറയുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ഈ കാര്യത്തിൽ സഹകരിക്കണം. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിത വിഷയങ്ങൾ വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തെ കർത്താവിന് കാഴ്ചവെച്ചുകൊണ്ട് നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ലൂക്കോസ് 1:37 അസാധ്യമെന്ന് കരുതുന്നിടത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മൾ വിശ്വസിക്കണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമുക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. സമയം വൈകിയതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കുടുംബത്തെ കർത്താവിനെ കാഴ്ചവെച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കോപ്പി പിടിക്കാം. പരിശുദ്ധാമ്മ കുടുംബങ്ങളുടെ വലിയ മധ്യസ്ഥതയാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ ശ്രദ്ധിക്കുക. മനസ്സിൽ ചിന്തിക്കുക. ഈ 8 നോമ്പിന് 8 ദിവസം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഭവനം യേശുവുള്ളൊരു ഭവനമാകണം. സൗഖ്യം വേണം, സമാധാനം വേണം, ദൈവകൃപ വേണം. നമുക്ക് ഒത്തിരി കുറ്റങ്ങളും കുറവുകളുണ്ട്, എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം തേടി ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഏഴകളും ബലഹീനരുമായ പുരോഹിതരായ ഞങ്ങൾ ഈ കടന്നു വന്നിരിക്കുന്ന സകല മക്കളുടെയും കുടുംബങ്ങളിൽ ശക്തമായ ദൈവസാന്നിധ്യം പകരാൻ പരിശുദ്ധ അമ്മയുടെയും മാർ യാക്കോബ് ശ്ലീഹായുടെയും മാർ വിനാത്തോസിന്റെയും മാർ ഗ്രിഗോറിയോസിന്റെയും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങൾക്ക് ചുറ്റും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥത്തിന്റെ അരികിൽ നിന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ച് എന്നെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ കുഞ്ഞുങ്ങളെ അമ്മേ യേശുവിൻ്റെ അരികിൽ അമ്മ പൊതിഞ്ഞു പിടിക്കണമേ. മാതാവിനെ മഹത്വപ്പെടുത്തി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, കർത്താവേ, എൻ്റെ പാപം മുഖാന്തരം, എൻ്റെ തിന്മ മുഖാന്തരം എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം ഒഴുക്കുന്ന നന്മ അടഞ്ഞു പോകാതെ ഇരിപ്പാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 8 നോമ്പിന് വന്നിട്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയുടെ അരികിലിരുന്ന കല്ല് അവരോട് മാറ്റാനാണ് ഈശോ പറഞ്ഞത്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മല കടലിന്റെ അരികിൽ പോകുമായിരുന്നു. എന്നാൽ മലയെ മാറ്റാൻ കെൽപ്പുള്ളവൻ അവരോട് പറഞ്ഞ കല്ലെടുത്ത് മാറ്റി. എന്തേ കാര്യം? ആ കല്ല് വെച്ചത് അവരാണ്. കർത്താവേ, ഞാൻ
തൻ്റെ കുടുംബത്തിൽ വെച്ചിരിക്കുന്ന ചില കല്ലനുഭവങ്ങൾ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, ദുർവാസിയുടെ, ദുശാഠ്യത്തിന്റെ, കോപത്തിന്റെ, ഈ രാത്രി ഈ ബലിപീഠത്തിന്റെ അരികിൽ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ ഞാനിതാ എടുത്തു മാറ്റുന്നു. ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം സംസാരിക്കാനും മിണ്ടാനും കഴിയാത്ത അനുഭവത്തിലുള്ളവർ ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പുരോഹിതന്മാരെന്ന നിലയിൽ അങ്ങനെയുള്ള മക്കളോട് ഞങ്ങൾ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ കർത്താവ് തൃക്കരമുയർത്തി നിൽക്കുന്നു. നീ ആ കല്ലെടുത്ത് മാറ്റിയാൽ ഭവനത്തിൽ നാറ്റമല്ല, ദൈവത്തിന്റെ മഹത്വം ഒഴുകും. ഈ രാത്രി നിനക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ജീവിത പങ്കാളി ഇടറിപ്പോയിട്ടുണ്ടാകാം, മക്കൾ ഇടറിപ്പോയിട്ടുണ്ടാകാം, ജീവിതത്തിൽ ചില തെറ്റും കുറ്റവും വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ ക്ഷമിക്കാൻ തയ്യാറായിട്ട് നീ കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവനവന്റെ പങ്കാളിയെയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വേദപുസ്തകത്തിലെ യേശുവിന്റെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധമ്മയുടെ വിശുദ്ധന്മാരുടെ കൂടെ നിന്ന് യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ധ്യാനം തീരുന്ന ദിവസം ഹൃദയം കൊണ്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, എന്റെ ദൈവമേ, മശിഹായുടെ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് നടന്ന അത്ഭുതം ഇന്ന് ഈ പള്ളിയിൽ നടക്കണമേ. ഈ പള്ളിയിൽ ഇപ്പോൾ അത്ഭുതത്തിന്റെ അഭിഷേകം നടക്കണമേ. ആരെയും ഇനി ശ്രദ്ധിക്കേണ്ട. കഴിയുമെങ്കിൽ രണ്ട് കൈകളൊന്നും മലർത്തി പഠിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ കൈകളിൽ നിങ്ങളുടെ വീടെടുത്ത് വെക്കുക, നിന്റെ പങ്കാളിയെ കയ്യിൽ വെക്കുക. മക്കളെ, പ്രിയപ്പെട്ടവരെല്ലാം ആ കയ്യിലിരിക്കട്ടെ. നീ ആ കയ്യിലേക്ക് ഒന്ന് ഹൃദയം കൊണ്ട് നോക്കിക്കേ. അതിന് രോഗം ബാധിച്ചവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സ്നേഹിക്കാൻ പറ്റാത്തവരുണ്ട്. ആ കയ്യിലിരിക്കുന്നതിലേക്ക് നോക്കി നീ പറ, ഇതിനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല, സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. കർത്താവേ, ഒത്തിരി കുറ്റവും കുറവുണ്ട്. എന്നാൽ ഇനി കേട്ട് പറയണം, 5000-ഓളം ആളുകൾ യേശുവിന്റെ വചനം കേട്ടു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ യേശു കൽപ്പിച്ചു. സ്ലീഹന്മാർ 5 അപ്പവും 2 മീനും ഇപ്പോൾ നമ്മൾ കൈപിടിച്ചിരിക്കുന്നത് പോലെ പിടിച്ചുകൊണ്ട് വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദേ ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെ 5 അപ്പവും 2 മീനും സ്ലീഹന്മാർ കൈകളിൽ വെച്ചിട്ട് പറഞ്ഞു, തികയില്ല, ആർക്കും തികയില്ല, ആരെയും തൃപ്തിപ്പെടുത്താനുള്ളതില്ല. തികയില്ല, തികയില്ല, തികയില്ല. സ്നേഹം തികയില്ല, സമ്പത്ത് തികയില്ല, സമാധാനം തികയില്ല, സ്വസ്ഥത തികയില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരുന്നാൽ തികയില്ല, അതെന്റെ കയ്യിലേക്ക് തരിക. ശിഷ്യന്മാർ 5 അപ്പവും 2 മീനും യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. പ്രിയ കുഞ്ഞേ, നിന്റെ കയ്യിലിരുന്ന് കഴിയില്ല കഴിയില്ല എന്ന് നീ ചിന്തിക്കുന്ന ജീവിതാനുഭവങ്ങൾ കണ്ണുകളടച്ച് ഈ പരിശുദ്ധമായ ദൈവാലയത്തിന്റെ മധുഹായിൽ മശിഹായുടെ മഹനീയ സാന്നിധ്യത്തിൽ നീ അത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ കയ്യിലിരുന്നാൽ, ഞാൻ കൈകാര്യം ചെയ്താൽ ഇത് ശരിയാവില്ല, ഞാൻ നിന്റെ കയ്യിലേക്ക് തരുന്നു. കൊടുത്താൽ യേശു വാങ്ങും. 5 അപ്പവും 2 മീനും യേശു വാങ്ങി പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചു. പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഞാനിതാ ഇത് അങ്ങയെ കാഴ്ചവെക്കുന്നു. ഇതിവിടെ ആർക്കും തികയാത്തതാണ്, നീ ഇതൊന്ന് കാണണമേ. അവന് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ ഉയർത്തിപ്പിടിക്കുക. ആരെയും ശ്രദ്ധിക്കേണ്ട. നിനക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് നീ പറയുക, ഞാൻ ഈ ഭൂമിയിൽ പാദമൂന്നി നിന്നാൽ എനിക്ക് ഇത്രയെ ഉയർത്താൻ പറ്റില്ല കർത്താവേ. ഇനി നീ കൈ നീട്ടണം, നീ കൈ നീട്ടണം, നീ സുഖപ്പെടുത്തണം, നീ വാഴ്ത്തണം, നീ അനുഗ്രഹിക്കണം. കാഴ്ചവെച്ചാൽ വാഴ്ത്തുക തന്നെ ചെയ്യും. ഇനി ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി എന്റെ ശബ്ദമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിത വേദനകളും വിഷയങ്ങളും യേശുവിന്റെ സന്നിധിയിൽ കൊണ്ട് പറ. എന്റെ പങ്കാളിയെ, എന്റെ മക്കളെ, എന്റെ ജോലിയെ, എന്റെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് വാഴ്ത്തി തരണം കർത്താവേ. പ്രാർത്ഥിക്കുക. മദ്യപിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ കാഴ്ച
കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം തുറക്കട്ടെ, സ്വർഗം തുറക്കട്ടെ. മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുക. അവനവനെ കണ്ട് കഴിയുന്നത് പോലെ പ്രാർത്ഥിക്കുക. എന്റെ പ്രാണപ്രിയരെ, ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കൈകൾ താഴ്ത്തിപ്പിടിക്കുക, താഴ്ത്തിപ്പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. യേശുവിനെ കാണിച്ച് പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ബലഹീന പുരോഹിതന് നിങ്ങളുടെ വികാരി അച്ഛനെ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യ കൃപയുടെ അരികിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, സ്വർഗം തുറക്കണമേ. ആരെല്ലാമാണോ കണ്ണുനീരോട് അങ്ങയുടെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ഇന്ന് വാഴ്ത്തണമേ. നാളത്തെ വിശുദ്ധ കുർബാന അഭിഷേകമായിട്ട് തീരണമേ. ഇന്ന് വാഴ്ത്തപ്പെടണമേ. സാധ്യമെങ്കിൽ ഒട്ടുകുത്താൻ പറ്റുന്നവർ ഒട്ടുകുത്തുക, അല്ലാത്തവർ കസേരയിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒട്ടുകുത്തുക, അല്ലെങ്കിൽ നിൽക്കുക. ഒരേ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇനി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈടവക പരസ്പരം പ്രാർത്ഥിക്കുക. ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വികാരിയച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയ്ക്ക് കൂടുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ഇടത്തും വലത്തും ആരൊക്കെ നിൽക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കണ്ട. കർത്താവേ, ഞങ്ങളുടെ ഒരു അപ്പത്തിന്റെ ആശകളായ ഞങ്ങളുടെ മക്കളാണ്. ഇന്ന് ഇടവകയിൽ വലിയ അഭിഷേകം അനുഗ്രഹം ഉണ്ടാകണമേ. വിഭാഗീയ ചിന്തകൾ ഉണ്ടാകരുത്, പരസ്പരം കുറ്റപ്പെടുത്തലുണ്ടാകരുത്. യേശുവിൽ ഒന്ന് ചെയ്തതൊരു ദൈവാനുഭവം ഇതിലേക്ക് പകരണമേ. അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എഴയും പാവിയും ബലഹീനമായ കർത്താവേ, യാതൊരു യോഗ്യതയില്ലാത്തവനായ ഈ ജനത്തോട് വചനം പറയുവാനാണ് എന്നെ കൊണ്ടുവന്നെങ്കിൽ അങ്ങയുടെ തിരുസന്നിധി ഈ മക്കളെ കാഴ്ചവെച്ചുകൊണ്ട് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു.